Good afternoon. Good afternoon. Prayer ഞാനാണ് മാം. prayer ചൊല്ലട്ടെ? Yes, please. പ്രാർത്ഥനയോടെ ഞങ്ങൾ കൈകൂപ്പുന്നു, ബുദ്ധിയും സിദ്ധിയും നീയല്ലോ. പ്രാർത്ഥനയോടെ ഞങ്ങൾ കണ്ണടയ്ക്കുന്നു, ഭിത്തിയും രൂപവും നീയല്ലോ. സംഗീത ശുദ്ധിയോടെ പാടുന്ന ഞങ്ങളെ കൈവിടല്ലേ സർവീശ്വരാ. സംഗീത ശുദ്ധിയോടെ പാടുന്ന ഞങ്ങളെ കൈവിടല്ലേ സർവീശ്വരാ. താങ്ക് യു. കോഴ്സ് ഞാനാണ് മാം. One test of the correctness of educational procedures is the happiness of the child. Maria Montessori. ഞാൻ സൈനിങ് പറയട്ടെ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. ഇന്ന് August 1 ലോകമെമ്പാടുമുള്ള വെബ് ദിനമായി ആചരിക്കുന്നു. ഈ ദിവസം വേൾഡ് വൈഡ് വെബിന്റെ കണ്ടുപിടുത്തവും അതുപോലെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിലും ആശയവിനിമയം നടത്തുന്നതിലും വരുത്തിയ വിപ്ലവകരമായ മാറ്റങ്ങളും അനുസ്മരിക്കുന്നു. 1989 ടീം ബെർണേഴ്സ്-ലീയാണ് വേൾഡ് വൈഡ് വെബ് വിഭാവനം ചെയ്തത്. 1991 ഇത് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കി. വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനും ആക്സസ് ചെയ്യുന്നതിനും ആശയവിനിമയം നടത്തുന്നതിനും ഇത് ലോകത്തെ മാറ്റിമറിച്ചു. ഇന്ന് വിവരസാങ്കേതിക വിദ്യയുടെ വളർച്ചയിൽ ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു. വേൾഡ് വൈഡ് വെബ് ദിനം വിവരങ്ങൾ ലഭ്യമാകുന്നതിലും ആശയവിനിമയം അതുപോലെ ഡിജിറ്റൽ ലോകം വളരുന്നതിലും വെബിനുള്ള പങ്ക് ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു. Okay. Once again, good afternoon to all. വളരെ കുറച്ച് പേരുള്ളൂ. ഇങ്ങനെയാണോ ക്ലാസ്സിൽ പൊതുവെ? കുറച്ചു പേരെ ഉണ്ടാവാറുള്ളൂ മാം, 20-ൽ താഴെയൊക്കെ. ആണോ? എത്രയുണ്ട് നിങ്ങളുടെ ഗ്രൂപ്പിന്റെ സ്ട്രെങ്ത്? 60 അടുത്തോളം ഉണ്ട്. 60 എബോയിൽ ഉണ്ടായിരുന്നു. ചിലരൊക്കെ കോഴ്സിൽ നിന്ന് പോയതാന്ന് തോന്നുന്നു, ലെഫ്റ്റ് ആയത് കണ്ടു. മിക്കവരും ഒക്കെ ഓൺലൈൻ ക്ലാസ് കയറാറില്ല. ഓക്കെ, ഫൈൻ. ഓക്കെ, നോ പ്രോബ്ലം. നമ്മൾ എവിടം വരെയായി? നിങ്ങൾക്ക് ഞാൻ റെക്കോർഡ് ഡീറ്റെയിൽസ് എത്ര തന്നു, അസൈൻമെന്റ്സ് എത്ര തന്നു എന്നോടൊന്ന് പറയാം. 4 റെക്കോർഡ് ഡീറ്റെയിൽസും തന്നായിരുന്നു. പിന്നെ ഒരു സർവേ ഡീറ്റെയിൽസിന്റെ ഡീറ്റെയിൽസ് മാം പറഞ്ഞു, അത് ക്ലാസ് റൂമിൽ വന്നിട്ടില്ല. ആ PDF വന്നിട്ടില്ല അല്ലെ? PDF അല്ല, വേർഡ് ഡോക്യുമെന്റ് ആണ് ഞാൻ തരുന്നത്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് കറക്റ്റ് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് തന്നെ പറഞ്ഞേക്കാം. MT11 അല്ലേ? ഓക്കെ, സോ നമ്മുടെ ക്ലാസ്സിൽ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്? ചൈൽഡ് ഡെവലപ്മെന്റിന്റെ ഡിഫറെന്റ് സ്റ്റേജസിന്റെ റിവ്യൂ ആയിരുന്നു. അതിന്റെ ഡീറ്റെയിൽസ് മാം ക്ലാസ് റൂമിൽ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ലിങ്ക് അല്ലേ, ഓരോ സൈക്കോ അനാലിസ്റ്റുകളുടെ ലിങ്ക് അല്ലേ പറഞ്ഞിരുന്നത്? കിട്ടിയിട്ടില്ല. ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്തായിരുന്നു? സൈക്കോളജിക്കൽ
PFA കംപ്ലീറ്റ് ചെയ്തോ? PFAയുടെ PDF കിട്ടിയോ? ഇല്ല കിട്ടിയില്ല. ഓക്കെ, പറഞ്ഞിട്ടുണ്ട്, തരുമായിരിക്കും ഇപ്പൊ തന്നെ. ജസ്റ്റ് ഒന്ന് വോയിസ് കൂടെ ഇട്ടേക്കട്ടെ. ഓക്കെ, സോ ബാക്ക് ടു ക്ലാസ്. ചൈൽഡ് ഡെവലപ്മെന്റിന്റെ പല സൈക്കോ അനാലിസ്റ്റുകളുടെയും ഒബ്സർവേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യണ്ടായി. അതിൽ ആരുടെയൊക്കെ പറഞ്ഞു? ഓർമ്മയുണ്ടോ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കയറിയിട്ടില്ലായിരുന്നു മാം, അതുകൊണ്ട് എനിക്കത് അറിയില്ല. ഓക്കെ, കയറിയിട്ടുള്ള ആരെങ്കിലും ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ അതൊന്ന് ബ്രീഫ് ചെയ്യാം. നോ പ്രോബ്ലം. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്നിട്ട് ഒന്നുകൂടെ പറയട്ടെ. നോ പ്രോബ്ലം, നമുക്ക് ഒന്നുകൂടെ ഒന്ന് ബ്രീഫ് ചെയ്ത് പോവാം. നമ്മൾ പല സൈക്കോ അനാലിസ്റ്റുകളും ചൈൽഡ് ഡെവലപ്മെന്റ്, അതായത് കുട്ടി ജനിച്ച ഉടനെ തുടങ്ങിയിട്ടുള്ള ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജസിനെ പല രീതിയിലും അവരുടെ ഒബ്സർവേഷനിൽ അവരത് എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു കോൺട്രിബ്യൂഷൻ, അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ. ഇതെല്ലാം കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്റ്റേജസ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈവൻ മറിയ മോണ്ടിസോറിക്ക് മോണ്ടിസോറി മെത്തേഡ് ഡിസൈൻ ചെയ്തതിൽ ഈ പല സൈക്കോ അനാലിസ്റ്റുകളുടെയും ഒബ്സർവേഷൻസ് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതിൽ ഒന്നാണ് ജീൻ പിയാജറ്റ്, അദ്ദേഹത്തിന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജസ്. അപ്പൊ അദ്ദേഹം കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അതിന്റെ സ്റ്റേജസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് ഓരോ ഏജിലും ഒരു കുട്ടിയിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്, ആ ഒരു രീതിയിലാണ് അദ്ദേഹം ആ സ്റ്റേജിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം 4 സ്റ്റേജസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഓരോരോ ഏജില് 4 സ്റ്റേജസ് ആയിട്ടാണ്. ഒരു സ്റ്റെയർ കേസ് മോഡൽ, നമ്മളിങ്ങനെ മുകളിലേക്ക് കയറി പോകുന്നത്, കുട്ടി വളരുന്നത് അതിനനുസരിച്ചൊരു സ്റ്റെയർ കേസ് മോഡൽ പോലെയാണ് അദ്ദേഹം ഇതിന്റെ കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്റ്റേജസ് പറഞ്ഞിട്ടുള്ളത്. 4 മേജർ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ജീൻ പിയാജറ്റ്. ഓക്കെ, അതിനെ ഫസ്റ്റ് സ്റ്റേജിനെ അദ്ദേഹം സെൻസറി മോട്ടർ സ്റ്റേജ് അല്ലെങ്കിൽ സെൻസറി മോട്ടർ ഇന്റലിജൻസ് എന്നാണ് വിളിച്ചിട്ടുള്ളത്. അതായത് സെൻസറി, കുട്ടിയുടെ സെൻസസ്, മോട്ടർ, മൂവ്മെന്റ്, ഈ 2 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അത് ഏജ്, അതായത് ആ ഒരു ഏജ് സ്പാൻ എന്ന് പറയുന്നത് ജനിച്ച സമയം തുടങ്ങി 2 വയസ്സ് വരെ, ബർത്ത് ടു ഏജ് 2, അതാണ് സെൻസറി മോട്ടർ സ്റ്റേജിന്റെ ഏജ് സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, പറയുമ്പോ എന്താ, ഈ സ്റ്റേജ് ആണ് ഫസ്റ്റ്. അപ്പൊ പിയാജറ്റിന്റെ തിയറി അനുസരിച്ച് ഈ ഒരു സെൻസറി മോട്ടർ സ്റ്റേജ് ആണ് ആദ്യത്തെ സ്റ്റേജ്. ശരിയാണ്, ബർത്ത് തുടങ്ങിയിട്ട് 2 വയസ്സ് വരെയാണല്ലോ. അപ്പൊ അവരവരുടെ സെൻസസും മോട്ടോർ ആക്ഷൻസും മൂവ്മെന്റിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു കുട്ടിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആക്ഷൻസ് എല്ലാം വെച്ചിട്ടാണ് പറഞ്ഞത്. നമ്മൾ പാരന്റ്സ് ഒബ്സർവ് ചെയ്യുന്നുണ്ട് അല്ലെ, കുട്ടികൾ ആ ഒരു ടൈമില് ജനിച്ച ഉടനെ കുട്ടി നോക്കുന്നത്, ചിരിക്കുന്നത്, അങ്ങനെ ഓരോ കുട്ടിയുടെ ഓരോ ആക്ഷൻസും നമ്മൾ വളരെ കീൻ ആയിട്ടൊരു ഒബ്സർവേഷൻ നമ്മളും കൊടുക്കാറുണ്ട്. പിന്നെ ആ സമയത്ത് അവരുടെ ലാംഗ്വേജ് ഒന്നും ഫോം ചെയ്തിട്ടില്ല അല്ലെ. അവരുടെ ചില ആക്ഷൻസ് ഓരോന്നും ഡിമാൻഡ് ചെയ്യുന്നത്, വളരെ ചെറുപ്പത്തിൽ ഡിമാൻഡ് ചെയ്യുന്നത് കരഞ്ഞിട്ടൊക്കെ ആയിരിക്കും. പിന്നെ അവർക്ക് ഇപ്പൊ കളിക്കാനായിട്ടൊരു ടോയ് അനിമലിനെയൊക്കെ കൊടുക്കുമ്പോൾ ഇവർക്ക് അത് ടോയ് ആണ്, ജീവൻ ഇല്ലാത്തതാണെന്നൊന്നും മനസ്സിലാവില്ല. ഇവരുടെ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെല്ലാം ജീവനുണ്ട്. അതിനെ കുളിപ്പിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും കുറച്ചൊന്ന് ആവുമ്പോൾ 1 വയസ്സ് 2 വയസ്സൊക്കെ ആവുമ്പോഴേക്കും കുട്ടികൾ അങ്ങനെ കാണിക്കാറുണ്ടല്ലോ.
അതിനെ മാനിപ്പുലേറ്റ് ചെയ്യും. ഒരു ടോയ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ആ ഒരു സമയത്ത്. അവരുടെ ഒരു ബിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിൽ കാണുന്ന ഒബ്ജക്ട്സ് എല്ലാം അതെല്ലാം ജീവനുള്ളതാണ് എന്നുള്ള ഒരു ചിന്ത. ആ ഒരു 24 months അല്ലെ, 2 years വരെ എന്ന് പറയുമ്പോൾ 24 മാസം. ആ സമയത്ത് അവർക്ക് വളരെ അധികം ഒന്നും സംസാരിക്കാനൊന്നും ആയിട്ടില്ല. അപ്പൊ സെൻസറി മോട്ടോർ ഡെവലപ്മെന്റ് ഒരു ലാംഗ്വേജിന്റെ സപ്പോർട്ട് ഇല്ലാതെയാണ് തുടങ്ങുന്നത് അല്ലേ. കാരണം നമുക്കറിയാം ജനിച്ച ഉടനെ ഒരു കുട്ടിക്ക് ഒരു ലാംഗ്വേജ് ഇല്ല. കാരണം ഈ തരാനുള്ള ലിങ്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. ഓക്കെ, ഒരു ലാംഗ്വേജിന്റെ സപ്പോർട്ട് ഇല്ലാതെയാണ് കുട്ടി സെൻസസ് യൂസ് ചെയ്യുന്നതും കുട്ടിയുടെ മൂവ്മെന്റ്സും അല്ലെ. അപ്പൊ സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടിയും അവരൊരു ഒബ്ജക്റ്റിന്റെ റെപ്രസെന്റേഷൻ, അതായത് ഒരു ടോയ് വെച്ച് കളിക്കുമ്പോൾ അവർ പല രീതിയിലുള്ള മൂവ്മെന്റിലൂടെയും സെൻസസിലൂടെയും ഒക്കെ ആയിരിക്കും അവർ കാണിക്കുക. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒളിച്ചു വെച്ചിട്ട് കണ്ടുപിടിക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞ കുട്ടികളുടെ കൂടെ നമ്മൾ കളിക്കാറില്ലേ. അതൊക്കെ അവർക്ക് ആ ഒരു സമയത്ത് നടക്കുന്ന ഒരു ഡെവലപ്മെന്റ് ആണ്. ബ്ലാങ്കറ്റിന്റെ അടിയിൽ കൊണ്ടുപോയി ഒരു ടോയ് വെച്ചിട്ട് അത് കണ്ടുപിടിക്കാൻ പറയും. കുട്ടി ചുറ്റും നോക്കിയപ്പോ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന കാണുമ്പോൾ അവിടെയൊന്നും ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യാതെ കുട്ടി ചുറ്റുപാടും നോക്കി സെൻസ് ചെയ്ത് മൂവ്മെന്റ്സ് അങ്ങനെ രീതിയിലാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ആ ഒരു ഏജിൽ സംഭവിക്കുന്നത്. സെൻസസും മൂവ്മെന്റ്സും വെച്ചിട്ടാണ് കുട്ടി പല കാര്യങ്ങളും ഐഡന്റിഫൈ ചെയ്യുന്നതും പല കാര്യങ്ങൾ ചെയ്യുന്നതും. ഓക്കെ, ലാംഗ്വേജ്, ലാക്ക് ഓഫ് ലാംഗ്വേജ് ആണ് ആ ഒരു ഏജിൽ. ഇനി അടുത്ത ഏജ് 2 വയസ്സ് തുടങ്ങി 7 വയസ്സ് വരെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്നാണ് അതിനെ പിയാജറ്റ് പറഞ്ഞിരുന്നത്. 2 to 7, 2 വയസ്സ് തുടങ്ങി 7 വയസ്സ് വരെയുള്ള സമയത്ത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഈ ഒരു ഏജ് ആവുമ്പോൾ കുട്ടികളെ ഡ്രമാറ്റിക് പ്ലേയിൽ ഏർപ്പെടും അല്ലെ. അവര് അമ്മയും കുഞ്ഞും ആ രീതിയിൽ കളിക്കും. ഒരു ഡോളൊക്കെ കിട്ടുമ്പോൾ അതിനെ കുളിപ്പിച്ച് റെഡിയാക്കി അതിനെ ഭക്ഷണം കൊടുത്ത് അങ്ങനെയുള്ള ഒരു ഡ്രമാറ്റിക് പ്ലേ അതൊക്കെ. പിന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ ടീച്ചറും കുട്ടിയും കളിക്കും അല്ലെ. അങ്ങനെ ഒരു ഡ്രമാറ്റിക് പ്ലേയിലേക്കൊക്കെ കുട്ടി പോകുന്ന ഒരു ഏജ് ആണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ചില 2 രീതിയിൽ അവർ ചിന്തിക്കും. ഒന്ന് ഇമാജിനേറ്റീവ്, ഈ ഡ്രമാറ്റിക് പ്ലേ ചെയ്യുമ്പോൾ അവർ ഇമാജിൻ ചെയ്യുവാണ്, ലൈക്ക് ആ ഒരു ഡോൾ അതാണ്, അല്ലെങ്കിൽ ടീച്ചർ അതാണ്, കുട്ടി ഇതാണ്, ആ ഒരു രീതിയിലുള്ള ഇമാജിനേറ്റീവ്. അപ്പൊ ഇവരുടെ തോട്ട് പ്രോസസ്സിൽ ഇമാജിനേറ്റീവും ഉണ്ടാവും, റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും ഇവർക്ക് മനസ്സിലാകും അല്ലെ. റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും മനസ്സിലാകും. ഈ ഒരു ഡുവൽ പ്രോസസ്സിംഗ് ആണ് ഇവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ത്രൂ ഔട്ട് ദിസ് ഏജ്. ഈ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ റിയലിസ്റ്റിക്കും ഇമാജിനേറ്റീവും ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവരുടെ തോട്ട് പ്രോസസ്സിൽ വരുന്നത്. ഈ ഒരു ടൈമില് ഇവര് സ്കൂളിൽ പഠിക്കുന്ന ഒരു സമയമായല്ലേ, ഒരു 3 years ഒക്കെ കഴിയുമ്പോഴേക്കും ഇവരെ നമ്മൾ പതുക്കെ ഇവരുടെ സ്കൂൾസ് സ്റ്റാർട്ട് ചെയ്യും. പ്രീ സ്കൂൾ ആണെങ്കിൽ അങ്ങനെ, അംഗൻവാടി ആണെങ്കിൽ അങ്ങനെ വാട്ട് എവർ ഇറ്റ് ബി. 7 years വരെയുള്ള കാര്യമാണല്ലോ. അപ്പൊ ഈ സ്കൂൾ ലെവലിൽ ഇവരുടെ ഇമാജിനേറ്റീവ്, റിയലിസ്റ്റിക് ആ ഒരു തോട്ട് പ്രോസസ് ശരിയായ രീതിയിൽ യൂസ് ചെയ്യുമ്പോൾ കുട്ടികളിൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നതാണ് പിയാജറ്റിന്റെ ഒരു ഒബ്സർവേഷൻ. അതായത് കുട്ടികളുടെ ഈ ഡ്രമാറ്റിക് പ്ലേ ഒക്കെ സ്കൂൾ ലെവലിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യിക്കാനായിട്ട് വേണമെങ്കിൽ റോൾ പ്ലേ, ഇനാക്ട് പ്ലേ അങ്ങനെയുള്ള ആ ഒരു റോൾ പ്ലേയിലൂടെയും ഇനാക്റ്റീവ് പ്ലേയിലൂടെയും കുട്ടികളെ മനസ്സിലാക്കിക്കാനായിട്ട്, അവയർനെസ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ ആ ഒരു സ്കില്ല്, കാരണം കുട്ടികൾക്ക് ഓൾറെഡി ഇഷ്ടമാണ് ഡ്രമാറ്റിക് പ്ലേ ഒക്കെ ചെയ്യാനായിട്ട്. അപ്പൊ ആ ഒരു സ്കില്ല് ഇങ്ങനെയുള്ള അക്കാദമിക് സൈഡിൽ ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതായത് നമ്മള് പറഞ്ഞല്ലോ ഈ ഹെൽത്ത് ആൻഡ് ഹൈജീനിനെ കുറിച്ചുള്ള അവയർനെസ് കുട്ടികൾക്ക് എങ്ങനെ കൊടുക്കാം എന്നൊരു ഡിസ്കഷൻ ആ ഒരു ടോപ്പിക് എടുത്തപ്പോ ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയില്ല. ഒരു ലെക്ചർ ക്ലാസ് എടുക്കുന്നതിനേക്കാളും കുട്ടികൾക്ക് എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതാ നല്ലതെന്ന് ചോദിച്ചു. എല്ലാവരും ഒരേപോലെ ആൻസർ ചെയ്തത് വിഷ്വലൈസേഷൻ എന്നുള്ള രീതിയിൽ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അതുപോലെ
ക്യാരക്ടേഴ്സ് ആയിട്ട് കുട്ടികളെ തന്നെ ഇതുപോലെ മാസ്ക് ഒക്കെ വൈറസിന്റെ ബാക്ടീരിയയുടെ ഒക്കെ മാസ്ക് ഉണ്ടാക്കി അങ്ങനെ ക്യാരക്ടേഴ്സ് ആയിട്ട് അവരെയൊക്കെ തന്നെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ അവയർനെസ് വരുന്ന കാര്യങ്ങൾ ഒരു റോൾ പ്ലേയിലൂടെയോ ആക്ട് പ്ലേയിലൂടെയോ കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവയർനെസ് അവരുടെ ഉള്ളിലേക്ക് പോകും. ആ ഒരു കാലഘട്ടം അതാണ്. ഡ്രമാറ്റിക് പ്ലേ ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അവർക്ക് പഠിക്കാനുള്ള, അവർക്ക് ഇൻഫർമേഷൻസ്, നോളജ് പ്രൊവൈഡ് ചെയ്യുന്നത് ത്രൂ ദാറ്റ് ഡ്രമാറ്റിക് പ്ലേ ആകുമ്പോൾ കുറച്ചുകൂടെ റിസൾട്ട് ആയിരിക്കും അവരുടെ അക്കാദമിക് സ്കില്ലിൽ. അതാണ് പിയാജറ്റ് പറയുന്നത്. അപ്പൊ പിയാജറ്റ് പറയുന്നത് കുട്ടികളുടെ ഓരോരോ ഏജിൽ ഉണ്ടാകുന്ന ഓരോ പൊട്ടൻഷ്യലും ഓരോ പ്രത്യേകതകളും നമ്മൾ അവരുടെ അക്കാദമിക് ഏരിയയിൽ ആ രീതിയിൽ ഉപയോഗിക്കുമ്പം അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നു. ഇതായിരുന്നു പിയാജറ്റിന്റെ ഒരു കണ്ടുപിടുത്തം. നെക്സ്റ്റ് ഏജ് 7 തുടങ്ങി 11 വരെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. അതാണ് ഏജ് 7 തുടങ്ങി 11 വരെയും വരുന്നത്. ഓക്കെ, ഒരു എലമെന്ററി സ്കൂളിലെ ഒരു ഏജ് തന്നെയാണ് അല്ലെ 7 to 11 എന്നൊക്കെ പറയുമ്പോഴേക്കും സെക്കൻഡ് സ്റ്റാൻഡേർഡ്, തേർഡ് സ്റ്റാൻഡേർഡ്, 4th സ്റ്റാൻഡേർഡ്, 5th സ്റ്റാൻഡേർഡ്, ആ ഒരു രീതിയിൽ 6th സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയാം. ആ ഒരു ഏജ് എന്ന് പറയുന്നത് 7 to 11 എന്ന് പറയുന്നത് അവർക്ക് ഐഡിയാസ് റെപ്രസെന്റ് ചെയ്യാനും കുറച്ചുകൂടെ ലോജിക്കൽ തിങ്കിങ്, ലോജിക്കൽ റീസണിങ്, അത് അങ്ങനെയുള്ളൊരു ഐഡിയ അവർക്ക് കിട്ടും. അവരുടെ തോട്ട് പ്രോസസ്സിന് മാറും, ലോജിക്കലി ചിന്തിക്കാനുള്ള ഒരു ലെവലിലേക്ക് അവർ മാറുവാണ് ഈ ഒരു ഏജ് 7 to 11. ബട്ട് നമുക്കറിയാം ഒരു പ്രോബ്ലംസ് ഒക്കെ കുട്ടികളെ കൊണ്ട് സോൾവ് ചെയ്യിക്കുമ്പോൾ സിസ്റ്റമാറ്റിക്കലി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ മാത്സ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു നമ്പറിന്റെ കൂടെ ഒന്നും ആഡ് ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും ആൻസർ? ഒരു നമ്പറിൽ നിന്നും ഒന്നും ടേക്ക് അവേ, ഒന്നും എടുത്തില്ലെങ്കിൽ എന്തായിരിക്കും ആൻസർ? അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്പർ ഇറ്റ് സെൽഫ് എന്ന് പറയാനുള്ള ലോജിക്കൽ റീസണിങ്, ആ രീതിയിൽ അവരുടെ തോട്ട് പ്രോസസ്സ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രായമാണ് ഇത് എന്നാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പിയാജറ്റ് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലുള്ള അരിത്തമെറ്റിക് ടാസ്ക്, അതായത് ആഡിങ്ങോ സബ്ട്രാക്ടിങ് സീറോ ഫ്രം എ നമ്പർ, അത് സെയിം തന്നെയായിരിക്കും, അങ്ങനെ രീതിയിലുള്ള ആ ഒരു കൺസെപ്റ്റ് ഒക്കെ അവർക്ക് കിട്ടും. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്നാണ് അദ്ദേഹം ഇതിനെ പറഞ്ഞത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് മെന്റലി, അതായത് മനസ്സിൽ കണക്ക് കൂട്ടാനുള്ള ഒരു കഴിവ്, ആ ഒരു മെന്റൽ കാൽക്കുലേഷൻ അവർക്ക് കിട്ടുമെന്നാണ് പിയാജറ്റ് മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇതിനെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. കോൺക്രീറ്റ് ഒബ്ജക്ട്സും ഈവൻസിനെ കുറിച്ചും അവർ മെന്റലി മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അതിനെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. കുറെ കാര്യങ്ങൾ വായിക്കാനുണ്ട്. ഞാൻ അതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അതായത് പിയാജറ്റ് ഇത് പല രീതിയിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാല് ഒരേ ടാസ്ക് തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ സ്റ്റേജ് ഉണ്ടല്ലോ, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, അതായത് ഏതായിരുന്നു ഏജ് 2 to 7 അല്ലെ, ആ ഏജിലുള്ള കുട്ടികൾക്കും ആ സെയിം ടാസ്ക് ഈ ഒരു കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിൽ 7 to 11 ഈ വരുന്ന കുട്ടികളിലും ചെയ്തപ്പോൾ രണ്ടുപേരുടെയും ഒബ്സർവേഷനും രണ്ടുപേരുടെ റെസ്പോൺസും ആ ഒരു ഡിഫറൻസ് കാണിച്ചിട്ടാണ് പിയാജറ്റ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലെ കുട്ടികൾക്ക് കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് അതിന് ഓർഡറിൽ പറയാനായിട്ട് പറ്റും എന്നുള്ള രീതിയിൽ പല എക്സ്പെരിമെന്റുകളും ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. അങ്ങനെ അപ്പൊ ആ ഒരു സ്കില്ല്, ആ ഒരു ഏജിലെ സ്കില്ല് അവരുടെ അക്കാദമിക്സിൽ പലയിടത്തും യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം കുട്ടികൾക്ക് ഒരു ഓർഡർ വരുന്ന ഒരു ഏജ് ആണ്, സിസ്റ്റമാറ്റിക് ഓർഡർ. അപ്പൊ അവരെന്തെങ്കിലും പഠിക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഒരു സ്റ്റോറി എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ സ്റ്റോറി എന്തെങ്കിലും ഒരു തീം കാണിച്ചിട്ട് അല്ലെങ്കിൽ തീം പറഞ്ഞിട്ട് ഒരു പിക്ചർ കാണിച്ചിട്ടോ ഒരു സ്റ്റോറി ഒക്കെ എഴുതാൻ പറയുമ്പോൾ അവരത് ഓർഡറിൽ എഴുതി വെക്കും. കമ്പയർ ടു പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലെ കുട്ടികളെക്കാളും അവർക്കൊരു സിസ്റ്റമാറ്റിക് ഓർഡർ ഉണ്ടെന്നാണ് പിയാജറ്റിന്റെ ഒരു ഒബ്സർവേഷൻ. ക്ലാസ് റൂം ടാസ്കില് ഈ ഒരു സ്കില്ല് യൂസ് ചെയ്യാം എന്നാണ് പിയാജറ്റ് പറയുന്നത്. നെക്സ്റ്റ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ഏജ് 11 ആൻഡ് ബിയോണ്ട്, അതായത് ടീനേജിലേക്കും അഡോളസൻസ്, ആ ഒരു അഡോളസൻസിന്റെ പീക്കിലേക്കൊക്കെ പോകുന്ന ഒരു പ്രായം. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ലാസ്റ്റ് സ്റ്റേജ്
പിയാജറ്റിയൻ സ്റ്റേജിലെ ലാസ്റ്റ് സ്റ്റേജ് ആണ്. അവിടെ കുട്ടിക്ക് എന്താ പറയുക, എല്ലാ രീതിയിലുമുള്ള ഒബ്ജക്ട്സിനെ കുറിച്ചും ഇവന്റ്സിനെ കുറിച്ചും റീസൺ ചെയ്യാൻ, അതിനെ സോൾവ് ചെയ്യാനായിട്ട് കഴിയും. എല്ലാ രീതിയിലുള്ള ഒബ്ജക്ട്സ് തന്നെ കാണാൻ പറ്റുന്ന ഒബ്ജക്റ്റ്, കാണാൻ പറ്റാതെ അസ്യൂം ചെയ്ത് ചിലത് എഴുതുള്ളൂ. നമുക്ക് മാത്സിലൊക്കെ പ്രോബ്ലം ഉണ്ടാവുമല്ലോ, ഒരു വലിയ മലയുടെ മുകളിൽ നിന്ന് ലൈൻ ഓഫ് സൈറ്റ് ഇങ്ങനെ എത്രയാണെങ്കിൽ താഴെയുള്ള ആ ഒബ്ജക്റ്റിലേക്ക് എത്രയാകും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാറില്ല. അപ്പൊ നമ്മൾക്ക് വിഷ്വലൈസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ വിഷ്വലൈസ് ചെയ്തിട്ടാണ് നമ്മൾ അതൊക്കെ സോൾവ് ചെയ്യുന്നത്. വിഷ്വലൈസ് ചെയ്ത് നമ്മളത് വരച്ചു നോക്കും, എന്നിട്ട് സോൾവ് ചെയ്യും. അപ്പൊ ഈ ഒരു ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജിൽ വരുമ്പോൾ കുട്ടിയുടെ റീസണിങ് അത് നല്ല പോലെ ഡെവലപ്പ് ആകുന്നു എന്നാണ് പിയാജറ്റ് പറയുന്നത്. പിയാജറ്റ് എല്ലാം മാത്സിൽ ആ ഒരു സ്കില്ല് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള രീതിയിലാണ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും, ലൈക്ക് നമ്മളുടെ വാട്ടർ റിസോഴ്സസ് നിന്ന് പോയാൽ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ ഒരു അസ്യൂം ചെയ്തിട്ട് അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ വന്നാൽ എന്തായിരിക്കും ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ ലോകം തന്നെ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ ആലോചിച്ച് മറുപടി പറയാനായിട്ട് പറ്റും. അത് നിങ്ങൾ ചിന്തിച്ചാലായിട്ട് മനസ്സിലാവും. നമ്മൾ ഈ എലക്യൂഷൻ കോമ്പറ്റീഷൻ ഈ ഒരു ഏജിലുള്ള കുട്ടികളൊക്കെ ആയിരിക്കും ജോയിൻ ആവുന്നത് അല്ലെ. കാരണം ഒരു ടോപ്പിക് കൊടുക്കുമ്പോൾ അവർക്ക് അതിനെ പറ്റി പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റണം, അതിനെപ്പറ്റി ആലോചിച്ച് നല്ലൊരു ഡീറ്റെയിൽസ് അവർക്ക് അത് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായമാണ് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. കുറെ വായിക്കാനുണ്ട്. പിന്നെ ഇതിലും സിമ്പിൾ ആയിട്ടുള്ള ലിങ്ക്സ് ഒക്കെ ഉണ്ടാവുമായിരിക്കും കേട്ടോ. അപ്പൊ അതൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പൊ പിയാജറ്റിന്റെ ഒബ്സർവേഷൻ ആണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം 4 സ്റ്റേജസ് ആയിട്ട് അക്കോർഡിംഗ് ടു ദ ഏജ് ആണ് ഓരോരോ സ്റ്റേജിനെ ഡിവൈഡ് ചെയ്തത്. ഓക്കെ മാഡം, ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന ചാപ്റ്ററിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് എന്റെ ഒരു ഓർമ്മയില്. മറ്റേ മൈൽറോസ് മാഡം ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ സ്റ്റേജിനെ കുറിച്ചിട്ടും, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അതൊന്ന് നോട്ട് ചെയ്ത് കളക്ട് ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ട് എഴുതി വെക്കും. കാരണം അത് നമുക്ക് ഹെൽപ്ഫുൾ ആണ്. നമുക്ക് നമ്മളെ കുട്ടികളെ നോക്കാനായിട്ട് പോകുമ്പോൾ, ഈവൻ നമ്മളുടെ ചുറ്റുപാടുമുള്ള കുട്ടികളാണെങ്കിലും നമ്മുടെ വീട്ടിലുള്ള കുട്ടികളാണെങ്കിലും കുറെയൊക്കെ നമുക്കത് ആ ഒരു കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകും. നമ്മളിത് നല്ലപോലെ ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ. ഈവൻ ദോ ഈ സൈക്കോ അനാലിസ്റ്റുകൾ അവരുടെ ചില എക്സ്പീരിയൻസിൽ നിന്നായിരിക്കും പലതും എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ അത് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവരുടെ ഒരു ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ അവർ വളർന്ന സാഹചര്യം വെച്ചിട്ടായിരിക്കാം ഇവരോരോന്നും എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് അവര് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകില്ല, ഇവരെവിടെയെങ്കിലും എക്സ്പെരിമെന്റ് ചെയ്ത് അത് റിസൾട്ട് അങ്ങനെ ആ രീതിയിൽ അങ്ങനെയൊക്കെ കുറെ എന്തുതന്നെയായാലും ആരെങ്കിലും എന്തെങ്കിലും തിയറി പറയുമ്പോഴേക്കും അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു വിഭാഗം എന്തായാലും ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ ക്രിട്ടിസൈസ് ഒക്കെ വന്നിട്ടുണ്ട്. ബട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആണ്. ഈവൻ ഡോക്ടർ മോണ്ടിസോറിക്കും വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു ഇവരുടെ ഒബ്സർവേഷൻസും കോൺട്രിബ്യൂഷൻസും. എനിവേ നമുക്ക് മനസ്സിലാകാനായിട്ട് പറ്റും കുട്ടികൾ ഓരോ ഏജിലും. നമുക്ക് കുഞ്ഞുങ്ങളെ ഒബ്സർവ് ചെയ്യുമ്പോൾ ശരിയാണല്ലോ, ഇത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ, അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാവും. ഞാൻ ഇനി എറിക്സന്റെ സ്റ്റേജസിലേക്ക് കടക്കുവാണ്. എറിക്സന്റെ സ്റ്റേജ് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കുറെയൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എറിക്സന്റെ സ്റ്റേജസ്. എറിക്സന്റെ സ്റ്റേജ് എറിക്സൺ 8 സ്റ്റേജ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സെയിം തന്നെ ഏജ് വൈസ്. പിയാജറ്റ് 4 സ്റ്റേജസിൽ ഒതുക്കിയപ്പോൾ എറിക്സൺ അത് 8 സ്റ്റേജസ് ആയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതി. അദ്ദേഹത്തിന്റെ ഇതില് സ്റ്റേജ് 1 എന്ന് പറയുന്നത് ജനിക്കുമ്പോൾ തുടങ്ങി 18 മാസം, ദാറ്റ് ഈസ് 1.5 years അല്ലെ. 1.5 years എന്നൊക്കെ പറയുമ്പോൾ നമ്മളിവിടെ 2 years ആണ് ഒരു കുട്ടി ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ഒരു സമയം അല്ലെ. അമ്മയുടെ പാല് കുടിക്കുന്ന സമയം നമ്മൾ ജനറലി പറയുവാണെങ്കിൽ ചില കുട്ടികൾക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാവാറില്ല. എന്നാലും നമ്മളൊരു ജനറൽ കേസ് എടുക്കുമ്പോൾ കുട്ടികള് ആ ഒരു ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന ആ ഒരു ടൈമാണ് 1.5 years തന്നെ നമുക്ക് വിചാരിക്കാം. അപ്പൊ ആ ഒരു സമയത്ത് ആ ഒരു ഇൻഫാൻസി സ്റ്റേജ് അല്ലെ, ജനിച്ചപ്പോ തുടങ്ങി 18 മാസം വരെ ആ ഒരു ടൈമില് കുട്ടി ഏറ്റവും അറ്റാച്ച്ഡ് ആരോടായിരിക്കും? അമ്മയോടായിരിക്കും. നമുക്ക് ജനറലി പറഞ്ഞതിന് കെയർ ഗിവറോടായിരിക്കും അല്ലെ. അമ്മ 6 മാസം കഴിഞ്ഞ് ജോലിക്ക് പോണവരാണെങ്കിൽ ചിലപ്പോൾ ഗ്രാൻഡ് പാരന്റ്സിനെ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ കുട്ടിയെ നോക്കാൻ ഒരാളെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ കുട്ടി ഇൻഡിപെൻഡന്റ് അല്ല അല്ലെ, ഡിപ്പെൻഡന്റ് ആണ്.
കുട്ടിക്ക് ഭക്ഷണത്തിന് ഒരാള് ഹെൽപ്പ് വേണം, സപ്പോർട്ട് വേണം, പിന്നെ ടോയ്ലറ്റിൽ പോകാൻ, അങ്ങനെ കുളിക്കാൻ, ഡ്രസ്സ് മാറാൻ, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഒരാൾ വേണം. ദാറ്റ് മീൻസ് നമുക്ക് കെയർ ഗീവർ എന്ന് പറയാം. അത് അമ്മയാകാം, ഗ്രാൻഡ് പാരന്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ കുട്ടിയെ നോക്കാൻ വരുന്ന ആരെങ്കിലും ആയിരിക്കാം. ഈ കെയർ ഗീവറോടായിരിക്കും കുട്ടി വളരെ ക്ലോസ്. കുട്ടിയുടെ ഡിമാൻഡ്സ് എല്ലാം എന്താ പറയാ സാറ്റിസ്ഫൈഡ് ആക്കി കൊടുക്കുന്ന വ്യക്തി. ഓക്കെ, അപ്പൊ അവര് തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടാവുന്നു. എറിക്സൺ അതിനെ ട്രസ്റ്റ് എന്നാണ് വിളിച്ചിരുന്നത്. ആ ഒരു വിശ്വാസം. കുട്ടിക്ക് അറിയാം, എനിക്ക് വിശക്കുമ്പോ എനിക്ക് ഭക്ഷണം തരാൻ ഒരാളുണ്ട്, ഞാൻ ബെഡ് വെറ്റ് ചെയ്യുമ്പോൾ എന്റെ ഡ്രസ്സൊക്കെ മാറ്റി എന്നെ ക്ലീൻ ചെയ്യാൻ ആളുണ്ട്, എന്നെ കുളിപ്പിക്കാൻ ആളുണ്ട്, എന്നെ ഓർക്കാൻ ആളുണ്ട്. ആ ഒരു ട്രസ്റ്റ് കുട്ടിയും ഈ കെയർ ഗീവറുമായിട്ടുണ്ടാവുന്നു. അതേസമയം ഈ ഒരു കെയർ ഗീവർ കുട്ടിക്ക് പ്രോപ്പറായിട്ട് സമയത്ത് ഈ ഒരു സപ്പോർട്ട് കൊടുക്കുന്നില്ലെങ്കിൽ കുട്ടിയിൽ വിശ്വാസമില്ലായ്മ ഉണ്ടാകുന്നതാണ് എറിക്സൺ പറഞ്ഞത്. ദാറ്റ് ഇസ് മിസ്ട്രസ്റ്റ്. ക്ലിയർ ആയോ? 1.5 വയസ്സുള്ള കുട്ടിക്ക് ആ വ്യക്തിയുമായിട്ട് ഒരു കോൺഫിഡൻസ് ഇല്ലാതാകുന്നു, ഒരു മിസ്ട്രസ്റ്റ്. കാരണം കുട്ടിയുടെ ഡിമാൻഡ്സ് അവിടെ ഫുൾഫിൽ ആകുന്നില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ മിസ്ട്രസ്റ്റ് ഫോം ചെയ്യുന്നു എന്നാണ് എറിക്സൺ പറയുന്നത്. വളരെ രസമായിട്ട് അദ്ദേഹം അതൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും കൊച്ചുകുട്ടിയല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവൂ, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും അല്ലെ. അതായത് ഏജ് ബർത്ത് തുടങ്ങി 18 months വരെ അവിടെ നടക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. ട്രസ്റ്റ് എന്ന് വെച്ചാൽ ആ ഒരു ടൈമിലെ ഇമ്പോർട്ടന്റ് ഇവന്റ്സ് എന്ന് പറയുന്നത് ഫീഡിങ് ആണ് അല്ലെ. ആ ഒരു ഫീഡിങ് നടക്കുന്നു. ഔട്ട്കം എന്താണ്? ഹോപ്പ്, ഒരു പ്രതീക്ഷയാണ് കുട്ടിക്ക്. എനിക്ക് വിശക്കുമ്പോ കിട്ടും, എന്നെ ഉറക്കാൻ വരും, എന്നെ കുളിപ്പിക്കും, എന്നെ ഡ്രസ്സ് ചെയ്യിക്കും, മോഷൻ പോയാലും യൂറിൻ പോയാലും ക്ലീൻ ചെയ്യിക്കും. സോ ദാറ്റ് ഹോപ്പ് ഇസ് ദെയർ, ആ ഒരു ട്രസ്റ്റ്. ഓക്കെ, ഇതൊന്നും നടന്നില്ലെങ്കിൽ മിസ്ട്രസ്റ്റ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് ആണ് എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് എന്നാണ് കേട്ടോ അദ്ദേഹത്തിന് അറിഞ്ഞിരുന്നത്. പിയാജറ്റിന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്. മോസ്റ്റ് ഫണ്ടമെന്റൽ സ്റ്റേജസ് ഇൻ ലൈഫ്. കുട്ടിയുടെ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈം അല്ലേ. ഡിപ്പെൻഡന്റ് ആണ് കുട്ടി, കംപ്ലീറ്റ്ലി ഡിപ്പെൻഡന്റ് ആണ്, തന്നെ ചെയ്യാൻ ഒന്നും പറ്റില്ല, ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ആ ഡിപ്പെൻഡബിലിറ്റി ഉള്ളതുകൊണ്ട് ഒരു ട്രസ്റ്റ്. നമ്മളും ഒരാളെ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്താൽ നമുക്ക് അയാളോട് ഭയങ്കരമായിട്ട് വിശ്വാസമായിരിക്കും അല്ലെ. എന്തുണ്ടെങ്കിലും ആളോട് പറയും. ലൈക്ക് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പക്ഷേ ലൈഫ് പാർട്ട്ണറോടാകാം, അമ്മയോടൊക്കെ പല കാര്യങ്ങളിലും ഡിപ്പെൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അവരോടൊരു ട്രസ്റ്റ് ഉണ്ടാവും. അത് തന്നെയാണ് ആ ഒരു ഏജിലും പറയുന്നത്. അപ്പൊ ആ കുട്ടിയുടെ ആ ഒരു സമയത്തെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദി ക്വാളിറ്റി ഓഫ് ദി കെയർ ഗീവർ. കെയർ ഗീവർ ഇതൊന്നും ശരിയായ രീതിയിൽ പ്രൊവൈഡ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ദാറ്റ് വിൽ അഫക്ട് ദി ഡെവലപ്മെന്റ് ഓഫ് ദാറ്റ് ചൈൽഡ്. ഇപ്പൊ നല്ല അഡിക്വേറ്റ്. ഇപ്പൊ നമുക്ക് അവിടെ കുട്ടിക്ക് ഫീഡിങ് മാത്രമല്ല വേണ്ടത്, കുളിപ്പിക്കുന്നതല്ല, കുട്ടിയെ ക്ലീൻ ചെയ്യുന്നത് മാത്രമല്ല, കുട്ടിക്ക് ലവ്, വാം, കെയർ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യണം അല്ലെ. ആ കുട്ടിയെ അതുപോലെ കെയർ ചെയ്യണം. ഇപ്പോഴൊക്കെയാണ് ഈ ട്രസ്റ്റ് ഫോം ചെയ്യുള്ളൂ. അങ്ങനെ വരുന്ന കുട്ടികൾ അഡൾട്ട് ആകുമ്പോൾ അവരുടെ ആ ഒരു പ്രോഗ്രസ് നല്ല രീതിയിൽ നടക്കുന്നതാണ് എറിക്സൺ പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇതിനെ ഫണ്ടമെന്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ അത് സക്സസ്ഫുള്ളി ആയിട്ട് പോവുകയാണെങ്കിൽ എന്ത് വേണം? കെയർ ഗിവർ കുട്ടിക്ക് വേണ്ടുന്നതെല്ലാം പ്രൊവൈഡ് ചെയ്യണം. അത് ഫീഡിങ് മാത്രമല്ല, കുട്ടിക്ക് കുളിപ്പിച്ച് ഡ്രസ് ചെയ്യൽ മാത്രമല്ല, ക്ലീനിങ് മാത്രമല്ല, കുട്ടിക്ക് നല്ല കെയർ, ലവ്, വാംത്ത് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യണം. ആ ഒരു അഫെക്ഷൻ അങ്ങനെ കൊടുക്കുമ്പോഴാണ് ആ കുട്ടിക്ക് ഒരു സേഫ് ഫീലാണ്. നമ്മൾ ആ കുഞ്ഞ് ആ കെയർ ഗീവറുടെ കൈകളിൽ സുരക്ഷിതം, ആ ഒരു രീതിയിൽ അല്ലെ. ആ കയ്യിൽ നിന്ന് ഇങ്ങനെ വേറൊരു കയ്യിലേക്ക് മാറ്റുമ്പോ കുട്ടികൾ വാശി പിടിച്ച് കരയുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ആ ഒരു സെപ്പറേഷൻ ആങ്സൈറ്റി അവർക്ക് വിശ്വാസമില്ല വേറൊരു കയ്യിലേക്ക് പോകാൻ. അവർ വളരെ സെക്യൂർ ആണ് ആ കൈകളില്. അതേസമയം കെയർ ഗീവേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ ഫെയിൽ ആവുകയാണെങ്കിൽ, പലപ്പോഴും ഈ കുട്ടികളുടെ ഫീലിങ്സ് മനസ്സിലാക്കുന്നില്ല, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ മിസ്ട്രസ്റ്റ് ഫോം ചെയ്യുന്നു. അങ്ങനെയുള്ള ആളുകളുടെ കെയറിൽ കുട്ടിക്ക് ആ ഒരു ഫീൽ ആയിരിക്കും. അങ്ങനെ വരുമ്പോ എന്ത് പറ്റും? ഈ കുട്ടിക്ക് പലപ്പോഴും ഫിയർ, ഒരു എന്താ പറയാ, ഒരു
ആ ഒരു കോൺഫിഡൻസ് ഇല്ലാതാകുന്നു. പിന്നീടുള്ള ഈ ഒരു സമയത്തെ ആ ഒരു കുഴപ്പങ്ങളെല്ലാം അഡൾട്ട് ആകുമ്പോഴും കുട്ടികൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് ഫണ്ടമെന്റൽ സ്റ്റേജ് എന്ന രീതിയിൽ പറയുന്നത്. ലാക്ക് എന്ന് പറയുമ്പോൾ ട്രസ്റ്റിലേക്ക് സക്സസ്ഫുൾ ഡെവലപ്മെന്റ്, ഓരോ സ്റ്റേജിലെയും സക്സസ്ഫുൾ ഡെവലപ്മെന്റ് ആ ഒരു അഡൾട്ട് ആകുന്നവരെയും പോവുകയാണെങ്കിൽ ആ അഡൾട്ട് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് മാറുന്നതാണ് എറിക്സൺ പറയുന്നത്. നല്ല രസമായിട്ട് എഴുതി, വളരെ സിമ്പിൾ ആയിട്ട് ഇത് കുറച്ചുകൂടെ പിയാജറ്റിന്റെ അത് ഞാൻ ഷെയർ ചെയ്ത ലിങ്കിനേക്കാളും എനിക്ക് തോന്നുന്നു എറിക്സന്റെ കുറച്ചുകൂടെ നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോ ഈ നമുക്ക് ആ ചെറുപ്പം തുടങ്ങിയ അമ്മ അല്ലെങ്കിൽ കെയർ ഗീവറുമായിട്ടുള്ള നല്ലൊരു അറ്റാച്ച്മെന്റ്, അതൊരു ഹെൽത്തി അറ്റാച്ച്മെന്റ്സ് ആയിട്ട് ത്രൂ ഔട്ട് ലൈഫ്, ഒരു ചൈൽഡ്ഹുഡിലാണെങ്കിലും അഡൾട്ട്ഹുഡിലാണെങ്കിലും. ചില കുട്ടികളെ കണ്ടിട്ടില്ല, അമ്മയോട് ഭയങ്കര അടുപ്പായിരിക്കും, അവർ എത്ര പ്രായമായാലും അമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനായിരിക്കും. എന്റെ അച്ഛന്റെ അമ്മ മരിച്ചത് റീസെന്റ് ആണ്, ഒരു 1 വീക്ക് കഴിഞ്ഞുള്ളൂ. അമ്മയ്ക്ക് 110 വയസ്സുണ്ട്. അച്ഛനുണ്ട് 75, അമ്മയ്ക്ക് 110 വയസ്സുണ്ട്. പക്ഷെ ഒരു ഭാഗ്യം ചെയ്തൊരു അമ്മ. കാരണം മക്കള്, അമ്മ എന്ന് പറഞ്ഞാൽ 6 മക്കളുണ്ടായിരുന്നു, 6 മക്കളുടെ 2 പേര് മരിച്ചു പോയിട്ടോ. ഭയങ്കര സ്നേഹമായിരുന്നു ഈ അമ്മയെ. ആ മക്കള് തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ടില്ല ഒരു രീതിയിലും. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ച സമയമാണെങ്കിൽ കൂടിയും സമാധാനം, സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ആ ഒരു 110 വയസ്സില് ഈ അമ്മ മരിക്കുമ്പോ ഈ മക്കള് അത്രയും പ്രായമായി, 70+ ഒക്കെ ആയല്ലോ എല്ലാരും. എന്തായാലും 60+ ആയി എല്ലാരും തന്നെ. ഒരു കുട്ടി കരയുമായിരുന്നു. ആ അമ്മയുമായിട്ട് ചെറുപ്പം തുടങ്ങിയുള്ള അവരുടെ ആ ഒരു അറ്റാച്ച്മെന്റ്, ആ ഒരു ട്രസ്റ്റ് ആയിരിക്കാം. ഒരു എത്ര വലുതായിട്ടും ആ ഒരു അറ്റാച്ച്മെന്റിന് വ്യത്യാസം വന്നൊന്നുമില്ല. അവരുടെ സ്റ്റാറ്റസ് ഒക്കെ മാറി അല്ലെ, അവരുടെ ഓരോ ഏജിലൂടെ കടന്നു പോയി, അവരുടെ ലൈഫ് സെറ്റിലായി, അവർക്ക് മക്കളുണ്ടായി, അവർക്ക് കൊച്ചുമക്കളുണ്ടായി. എന്നിട്ടും ഈ അമ്മ എന്ന് പറയുന്നത് അവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇത് തന്നെയായിരുന്നു. നല്ലൊരു അറ്റാച്ച്മെന്റ് ആയിരുന്നു. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, അത്രയും പ്രായമായി അച്ഛൻ മരിച്ചപ്പോഴും ആ മക്കളുടെ സങ്കടം നമുക്ക് നമ്മളെക്കാൾ കൂടുതൽ അവരുടെ ഒരു ഇമോഷൻസ് ഭയങ്കരമായിരുന്നു. അത് ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു. അത് ചെറുപ്പം തുടങ്ങിയ അമ്മയായിട്ട് അവരുടെ ഒരു അറ്റാച്ച്മെന്റ് തന്നെയാണ് അവിടെ എക്സ്പ്രസീവ് ആയിട്ട് കണ്ട ഒരു കാര്യം, എക്സ്പീരിയൻസ് ചെയ്ത കാര്യം ആയതുകൊണ്ട് പറയും. ആ ഒരു ഹെൽത്തി അറ്റാച്ച്മെന്റ്, ഇപ്പം നമ്മൾക്ക് അറിയാം 2 വയസ്സ് കഴിയുമ്പോഴേക്കും കുട്ടി ഇൻഡിപെൻഡന്റ് ആകാനായിട്ട് തുടങ്ങും, കുറെ കാര്യങ്ങളൊക്കെ തന്നെത്താനെ ചെയ്യും. പക്ഷെ എന്ന് കരുതി ഈ അമ്മയെ വേണ്ടാന്ന് വെക്കുന്നില്ലല്ലോ. അവരെത്ര പ്രായമാകുമ്പോഴും ഈ അമ്മയുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഉണ്ട്. അത് അവരുടെ കുഞ്ഞു പ്രായത്തിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചില കേസസ് നിങ്ങൾക്ക് കാണാം, കൊച്ചു പ്രായത്തിൽ അമ്മ നോക്കിയിട്ടില്ല, വേറെ ആരെങ്കിലും ആയിരിക്കും നോക്കുന്നത്. അവർക്ക് അമ്മയെ ചിലപ്പോ അമ്മ എന്ന് വിളിച്ചത് ആ വ്യക്തിയായിരിക്കാം. അമ്മയേക്കാൾ കൂടുതൽ അറ്റാച്ച്മെന്റ് അവർക്ക് അവരോടുണ്ടാവും. അങ്ങനത്തെ കേസസും നമുക്ക് കാണാനായിട്ട് പറ്റൂല. അമ്മ ദൂരെ ജോലി എടുക്കുന്നവര് പലപ്പോഴും വരുന്നു പോകുന്നു, അങ്ങനെ ഇങ്ങനെ ഉള്ള രീതിയിലൊക്കെ ആകുമ്പോൾ ഈ കുട്ടികൾ വലുതാവും തോറും ഈ അമ്മോടുള്ള അറ്റാച്ച്മെന്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അവരെ നോക്കിയിട്ടുള്ളത് ആരാണ്, അവരെ ആയിട്ടായിരിക്കും ഇവർക്ക് അറ്റാച്ച്മെന്റ് വരുന്നത്. അങ്ങനെയുള്ള റെയർ കേസസും നമ്മൾ കാണാറുണ്ട്. അതാണ് ആ ഒരു ചെറുപ്പത്തിൽ, അതുകൊണ്ടാണ് എറിക്സൺ അതിനെ ഫണ്ടമെന്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ആ ഒരു ചെറുപ്രായത്തിൽ കുട്ടിക്ക് കിട്ടിയ ഒരു കോൺഫിഡൻസ് ലെവൽ, കുട്ടിക്ക് കിട്ടിയ കെയറിങ്, അത് നെക്സ്റ്റ്. അതിനൊരു എക്സ്പീരിയൻസ് എന്റെ ഫാമിലി തന്നെ ഉണ്ട്. ഇപ്പൊ പറഞ്ഞത് കാര്യം ഫാമിലി തന്നെ എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലിയാണ്. ഹസ്ബൻഡിന്റെ അച്ഛന്റെ അനിയന്റെ മോൻ. അവര് ഹസ്ബൻഡിന്റെ അച്ഛനും ആ കൊച്ചച്ഛനുമായിട്ട് കുറച്ച് ഏജ് ഡിഫറൻസ് ഉണ്ട്. എങ്കിൽ പോലും ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞ് ചെന്നപ്പോ ആ കൊച്ചച്ഛന്റെ മോന് 5ലാണ് പഠിക്കുന്നത്. പക്ഷെ അവൻ വിളിക്കുന്നത് എന്റെ ഹസ്ബൻഡിന്റെ അമ്മയാണ് അമ്മ എന്ന് വിളിക്കുന്നത്. കാര്യം പുള്ളിയെ കുഞ്ഞുണ്ടായി കഴിഞ്ഞൊരു 50 ദിവസമായപ്പോ അവന്റെ അമ്മയ്ക്ക് ഡൽഹിയിലായിരുന്നു ജോലി. പുള്ളിക്കാരി അവിടേക്ക് പോയി. അപ്പൊ അന്ന് തുടങ്ങി എന്റെ ഹസ്ബൻഡിന്റെ അമ്മയുടെ കൂടാണ് ഇവൻ ഉറങ്ങുന്നതും കിടക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ അവിടെ നിന്നാണ്. പക്ഷെ എപ്പോഴും അമ്മ അമ്മ എന്ന് വിളിക്കുന്നതും എന്റെ ഹസ്ബൻഡിന്റെ അമ്മയാണ് വിളിക്കുന്നത്. അപ്പൊ അവനൊരു 19-20 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും കിഡ്നി ഫെയിലിയർ ആയി. ആളിപ്പം ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയി. പക്ഷെ അത് നേരത്തെ കണ്ടുപിടിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത്ര ഒരു ഇങ്ങനെ ഒരു ആ ഒരു എനിക്ക് ചെറുതിലെ ഏജിൽ അമ്മയുടെ ആ ഒരു കെയറിങ് ഒക്കെ നഷ്ടപ്പെട്ടത് കൊണ്ടാവാം. അതൊന്നും ആരും തിരിച്ചു. എന്റെ അമ്മയോട് വന്ന് പറയുമായിരുന്നു, എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നാലും ഹസ്ബൻഡിന്റെ അമ്മയോടാണ് വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്.
അപ്പൊ അവന് ആ അസുഖമായി കിടന്ന സ്റ്റേജിൽ മെഡിക്കൽ ടെസ്റ്റിലായിരുന്നു, കിഡ്നി മാറ്റിയൊക്കെ വെച്ചു. ആ സമയത്ത് പോലും അവന്റെ അമ്മ ജോലി വിട്ടിട്ട് നാട്ടിൽ വന്നിട്ട് പോലും അവന്റെ അമ്മ കൂടെ നിൽക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. കാര്യം എന്റെ ഹസ്ബൻഡിന്റെ അമ്മയാണ് കൂടെ നിന്നുകൊണ്ടിരുന്നത്, അവനെ നോക്കിക്കൊണ്ടിരുന്നതും. അതേ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഹസ്ബൻഡ് എന്റെ വീട്ടിലാണ് താമസിച്ചോണ്ടിരുന്നത് സ്ഥിരമായിട്ട്, മരിക്കുന്നത് വരെ. 21 വയസ്സായപ്പോ ആള് മരിച്ചു. അപ്പൊ കിഡ്നി മാറ്റി വെച്ചിട്ടും ആള് പോയി. പക്ഷെ അപ്പൊ അന്ന് തുടങ്ങിയ അപ്പൊ ഞാൻ ചോദിക്കുകയും ചെയ്തു എന്താണ് അമ്മയോട്. അപ്പം എന്റെ ഹസ്ബൻഡിന്റെ അമ്മ പറയും, അവൻ ജനിച്ചെന്ന് വെച്ചാൽ ഓർമ്മ വെച്ച നാള് തുടങ്ങി എന്നെയാ കാണുന്നേ. അപ്പൊ അമ്മ എന്നും പറഞ്ഞ് പുള്ളിക്കാരുടെ കൂടെയാണ് എപ്പോഴും നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അമ്മയ്ക്കും എന്ത് വിഷമായി കാണുമല്ലേ? ഭയങ്കര വിഷമാണ്, ഇപ്പോഴും വിഷമമാണ് ശരിക്കും. കഴിഞ്ഞ വർഷമായപ്പോഴത്തേക്കും ഒരു 5 വർഷത്തോളം ആയി ആള് മരിച്ചിട്ട്. പറയുമ്പോഴെല്ലാം വിഷമമാണ്. അപ്പൊ ആ ഒരു ഏജ് ഫണ്ടമെന്റൽ സ്റ്റേജ് തന്നെയാണ്. നമ്മൾ കുട്ടികളെ നല്ല കെയർ ചെയ്യേണ്ട ഒരു സമയം തന്നെയാണ് അല്ലെ? ഏത് സ്റ്റേജിലോട്ടും. ഇനി നെക്സ്റ്റ് ഏർലി ചൈൽഡ്ഹുഡ്. നമ്മൾ ഇൻഫൻസി, ചൈൽഡ്ഹുഡ്, അഡോളസൻസ്, അഡൽട്ട്ഹുഡ് ആ ഒരു രീതിയിലാണ് നമ്മൾ ജനറലി പറയുന്നത്. ഇനി ഏർലി ചൈൽഡ്ഹുഡ്, അതായത് ചൈൽഡ്ഹുഡിന്റെ ഒരു ഏർലി സ്റ്റേജസ്, ദാറ്റ് ഇസ് 2 years തുടങ്ങി 3 years വരെയാണ് എറിക്സൺ ആ ഒരു ഏജ് സ്പാൻ വെച്ചിരിക്കുന്നത്. അവിടെയും ഇദ്ദേഹം ഔട്ട്കംസ് പറയുന്നുണ്ട്. ഓട്ടോണമി. കാരണം നമുക്കറിയാം 2 years ആകുമ്പോൾ ഞാൻ ചെയ്തോളാം, ഞാൻ തന്നെ കഴിച്ചോളാം, ഞാൻ തന്നെ ഷൂ ഇട്ടോളാം, ഞാൻ തന്നെ ഉടുപ്പിട്ടോളാം, ഇത് തന്നെ പോയി എടുത്തോണ്ട് വന്നിടും. ആ ഒരു രീതിയിൽ ഓട്ടോണമി വരുന്നു. അവർക്കൊരു ഇൻഡിപെൻഡന്റ് ആകാനായിട്ട് തുടങ്ങും. പിന്നെ ടോയ്ലറ്റ് ട്രെയിനിങ് തുടങ്ങുന്ന ഒരു ഏജ് ഇതല്ലേ, 2 to 3 years അല്ലെ? അപ്പൊ ശരിയായ പ്രോപ്പർ ആയിട്ട് ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കുമ്പോൾ കുട്ടി വളരെ എന്താവും, കോൺഫിഡന്റ് ആവും അല്ലെ? നല്ലൊരു കോൺഫിഡൻസ് കിട്ടും കുട്ടിക്ക്. അതേസമയം പ്രോപ്പർ ആയിട്ട് ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുത്തില്ലെങ്കിൽ കുട്ടി പലപ്പോഴും ബെഡ് വെറ്റിംഗ് ചെയ്യാം. പിന്നെ കുട്ടിക്ക് അത് പറയാൻ പറ്റാതെ വരാം, എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറയാൻ പറ്റാതെ വരാം, പറയുന്നതിന് മുമ്പ് തന്നെ കാര്യം കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ ഷെയിം ആകാം അല്ലെ? മറ്റേത് ഇൻഡിപെൻഡന്റ്. അപ്പൊ റിസൾട്ട് എന്താണ്? ശരി, പ്രോപ്പർ ആയിട്ട് രീതിയിലുള്ള അതെല്ലാം പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് ഓട്ടോണമി, ഇൻഡിപെൻഡന്റ്. അത് പ്രോപ്പർ ആയിട്ട് കൊടുത്തില്ലെങ്കിൽ ഷെയിം അല്ലെങ്കിൽ ഡൗട്ട്, കോൺഫിഡൻസ് ലെവല് കുറയും. ഓക്കെ, അപ്പൊ ഇത് പ്രോപ്പർ ആയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളിലും ട്രെയിനിങ് കൊടുക്കുമ്പോൾ യെസ് ഐ ക്യാൻ ഡു ദിസ്, ആ ഒരു വില്ല് ജനറേറ്റ്, വിൽ പവർ എന്നൊക്കെ നമ്മൾ പറയുന്നത് അതാണ്. ഏജ് ഏതാണ്? 2 to 3 years. ഓട്ടോണമി പോസിറ്റീവ് സൈഡ്, നെഗറ്റീവ് സൈഡ് വരുന്നത് ഷെയിം അല്ലെങ്കിൽ ആൻഡ് ഡൗട്ട്. സെക്കൻഡ് സ്റ്റേജ് ആണ് എറിക്സന്റെ. എനിക്കും ഈ സ്റ്റേജസ് പറഞ്ഞതില് എറിക്സന്റെ സ്റ്റേജസ് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിയാജറ്റിന്റെക്കാളും. പിയാജറ്റ് കുറച്ചുകൂടെ എന്തോ ഇത് സയന്റിഫിക് രീതിയിൽ പറഞ്ഞു. എറിക്സൺ അതിനെ കുറച്ചുകൂടെ ഒരു സോഷ്യലൈസ് ചെയ്യുന്ന രീതിയിൽ, കുട്ടി ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നതും ഒക്കെ വെച്ചിട്ട് എറിക്സൺ പറഞ്ഞപ്പോ കുറച്ചുകൂടെ എനിക്ക് വായിക്കാൻ സിമ്പിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ പിയാജറ്റിന്റെ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ളത് എവിടെയെങ്കിലും കാണൂട്ടോ. എനിക്ക് BEd സ്റ്റുഡൻസിന്റെ ഉണ്ട്. എനിക്ക് അയച്ചത് ഈ ബാച്ചിൽ നിന്നാണോ? കുറച്ച് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തന്നു, BEd പഠിച്ചതെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എറിക്സന്റെ സെക്കൻഡ് സ്റ്റേജ് 2 to 3 years ആണ്. അവിടെ ഇൻഡിപെൻഡന്റ് ആയി മാറുവാണ് ഡെവലപ്മെന്റിൽ. പൊട്ടി ട്രെയിനിങ് ആണ് മെയിൻ ആയി നടക്കുന്ന ഒരു ആക്ടിവിറ്റി. കാരണം 3 years ശേഷം കുട്ടി സ്കൂളിലേക്ക് പോവാണ്. സ്കൂളിൽ വെച്ച് അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാകരുത്, അതിന് വേണ്ടിയിട്ടാണ് ഈ പൊട്ടി ട്രെയിനിങ്. ഒരു ടൈമിൽ അതങ്ങ് കറക്റ്റ് ആവുകയാണ്. ടോയ്ലറ്റ് ട്രെയിനിങ് വൈറ്റൽ പാർട്ടാണെന്ന് തന്നെയാണ് എറിക്സൺ വിചാരിച്ചിരുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡും അതിന് നമുക്ക് വരുന്നുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡും ഇത് ഒരു മെയിൻ പാർട്ടായിട്ട് കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്റ്റേജസിൽ പറയുന്നുണ്ട്. പക്ഷെ ഫ്രോയിഡ് പറഞ്ഞതിലും ഡിഫറെന്റ് ആയിട്ടാണ് എറിക്സൺ പറഞ്ഞത്. ഫ്രോയിഡ് അത് കുട്ടികൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നു എന്നാ പറയുന്നത്. ഒരു സെക്ഷൽ ഡിസയർ പോലെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് കുട്ടി മോഷൻ പാസ് ചെയ്യുമ്പോഴും യൂറിൻ പാസ് ചെയ്യുമ്പോഴും അനുഭവിക്കുന്നതെന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത്. അതിന് ഭയങ്കരമായിട്ട് ആളുകൾ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ എറിക്സൺ പറഞ്ഞത് വേറൊരു രീതിയിലാണ്. കുട്ടികൾ കോൺഫിഡൻസ് കൂടുന്നു, കുട്ടി ഇൻഡിപെൻഡന്റ് ആകുന്നതിന്റെ ആ ഒരു ലെവൽ അത് കൂടുന്നു. ആ രീതിയിലാണ് എറിക്സൺ അതിനെ കണ്ടത്. അതായത് സ്വന്തം ബോഡിയിലെ ഫങ്ഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കുട്ടി സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെ? അതാണ് ഈ ഒരു ഏജില്. ആ ഇതായിരുന്നു എറിക്സൺ ചൂണ്ടിക്കാണിച്ചത്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ചോയ്സസ് ഉണ്ടാകും, ഫുഡ് ചോയ്സസ്. ഏതെങ്കിലും ഒരു ഭക്ഷണത്തിനോട് പ്രത്യേക ഇഷ്ടം, ടോയ് പ്രിഫറൻസസ്, ഏതെങ്കിലും ഒരു കളിപ്പാട്ടത്തിനോടുള്ള ഇഷ്ടം,
അതുപോലെ തന്നെ ക്ലോത്തിങ് സെലക്ഷൻ. നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഏജ് കഴിഞ്ഞ് മുന്നോട്ട് ആയ കുട്ടികളുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും അല്ലെ. അവർക്കൊരു ചിലപ്പോ ഒട്ടും രസമില്ലാത്തൊരു ഡ്രസ്സായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടാവും, പക്ഷെ അവർക്ക് അത് മതി. എവിടെ പോയാലും ഇപ്പൊ അത് കളറൊക്കെ ഫെയ്ഡ് ആയിട്ടുണ്ടാവും, എന്നാലും ആ ഡ്രസ്സ് ഇട്ടിട്ടേ അവര് പോകുള്ളൂ. അങ്ങനെയൊക്കെയാണ്. ഷൂ ലെഫ്റ്റും റൈറ്റും തിരിച്ചായിരിക്കും ഇടുക, പക്ഷെ അവരെ സംബന്ധിച്ച് അതാണ് കറക്റ്റ് അല്ലെ. നമുക്ക് ചില സമയത്ത് നമുക്കാകെ ഹർട്ടായി പോകും ഇവരുടെ ചില രീതികൾ കാണുന്നത്. പക്ഷെ അവരുടെ ഒരു ചോയ്സസ് ആണ് അത്. ഫുഡ് ചോയ്സസും ടോയ് പ്രിഫറൻസസും അതുപോലെ തന്നെ ക്ലോത്തിങ് സെലക്ഷൻ. ഈ സ്റ്റേജിൽ സക്സസ് ആയിട്ട് പോവുകയാണെങ്കിൽ, അതായത് പ്രോപ്പർ ആയിട്ട് ടോയ്ലറ്റ് ട്രെയിനിങ് കിട്ടുന്നു, പ്രോപ്പർ ആയിട്ട് പോകുവാണെങ്കിൽ അവർക്കൊരു ഓട്ടോണമി, യെസ് ഞാൻ ചെയ്തു, ഐ ക്യാൻ ഡു ദിസ്, ആ ഒരു പ്രൗഡ് ഫീൽ ഉണ്ടാകും. ബട്ട് പ്രോപ്പർ ആയിട്ട് പോകുന്നില്ല, ഫെയിലിയർ ആണെങ്കിൽ ഓൾവേസ് അവർക്ക് ഒരു ഡൗട്ട്, എന്നെ കൊണ്ട് പറ്റും, ഒരു ഷെയിം, ഒരു നാണക്കേട് പോലെയൊക്കെ ഫീൽ ചെയ്യും. ഞാൻ ഐ എം നോട്ട് ഗുഡ് എന്നുള്ള ഒരു ഫീൽ ആയിരിക്കും. സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് ആ ഒരു സെക്യൂർ ആൻഡ് കോൺഫിഡന്റ് ഫീൽ ആയിരിക്കും. അല്ലാത്തവർക്ക് എപ്പോഴും ഒരു സെൽഫ് ഡൗട്ടാ, സ്വയം അവർക്കൊരു വിശ്വാസമില്ലായ്മ, എന്നെ കൊണ്ട് അത് പറ്റുമോ, എനിക്ക് പറ്റില്ല, ഞാൻ അത് ചെയ്താൽ ശരിയാവില്ല, ആ ഒരു ഫീലൊക്കെ വരും. അത് വലുതാവുമ്പോഴും വരുന്നാണ് പറയുന്നത്. ഈ ഒരു സ്റ്റേജിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ അഡൽട്ട് ആവുമ്പോഴും സംടൈംസ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ ദം ടു ഡിസൈഡ് എനി സിമ്പിൾ തിങ്സ് ആണെങ്കിലും അതിനെപ്പറ്റി ഡിസൈഡ് ചെയ്യാനായിട്ട് അവര് ബുദ്ധിമുട്ട്. ഡിസിഷൻ മേക്കിംഗ് അതിന്റെ ഒരു റിസൾട്ട്. നെക്സ്റ്റ് സ്റ്റേജ് 3, ഇനീഷ്യേറ്റീവ് വാസ് ഗിൽട്ട്. സ്റ്റേജ് 3യുടെ ഏജ്, സ്റ്റേജ് 3 എന്ന് പറയുമ്പോൾ പ്രീ സ്കൂൾ അല്ലെ, കുട്ടികളെ പ്രീ സ്കൂളിൽ ചേർക്കുന്ന ഒരു ഏജ്. 3 തുടങ്ങിയിട്ട് 5 years റിക്സിന് എഴുതിയിരിക്കുന്നു. ഞമ്മക്കത് 6 എന്നാക്കാം, കാരണം ഞാൻ വേറൊന്നും കൊണ്ടില്ല 3 to 6 പറയാൻ കാരണം മോണ്ടിസോറി മെത്തേഡിലെ കുട്ടികളുടെ ഏജ് സ്പാൻ ആണ് 3 to 6. പ്രീ സ്കൂൾ ഏജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു 3 to 5 or 6 years. ഈ ഒരു സമയത്ത് കുട്ടി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തുടങ്ങും അല്ലെ, പുറത്തേക്ക് പോകാനും പുറത്തെ കാഴ്ചകൾ കാണാനും കൂടുതൽ എൻവിയോൺമെന്റുമായിട്ട് കണക്ട് ആകാനായിട്ട് ഭയങ്കര ഒരു ആയിരിക്കും കുട്ടിയുടെ ഉള്ളിൽ. ഒക്കെ നമ്മൾ പറയില്ലേ, അതായത് 3 years കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞ കുട്ടികളുടെ മെമ്മറി കോൺഷ്യസ് ആവുന്നത്. 3 വയസ്സിന് മുമ്പുള്ള കാര്യങ്ങൾ ഇവരുടെ ഓർമ്മയിൽ ഉണ്ടാവില്ല. അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡിൽ അത് ഉണ്ടാകും, ബട്ട് അവർക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല. നമുക്കാണെങ്കിലും 3 വയസ്സിന് താഴെയുള്ള കാര്യങ്ങൾ പലതും അല്ല, എനിക്കൊന്നും ഓർമ്മയില്ല കേട്ടോ. ആഫ്റ്റർ 3 years നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ മെമ്മറിയിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഒരു ആ ഒരു ടൈം ഇനീഷ്യേറ്റീവ് വേഴ്സ് ഗിൽട്ട് എന്നാണ് എറിക്സൺ പറയുന്നത്. 3rd സ്റ്റേജ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റിന്റെ 3rd സ്റ്റേജ് എന്ന് പറയുന്നത് പ്രീ സ്കൂൾ ഇയേഴ്സിലാണ് നടക്കുന്നത്. ഈ ഒരു പോയിന്റില് കുട്ടികള് അവരുടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാകും അല്ലെ, അവരുടെ ഒരു പവർ. നമുക്കറിയാം ഈ ഹ്യൂമൻ ബേബീസ് ജനിക്കുമ്പോ തന്നെ ഇൻകേപ്പബിൾ ആണ്, ഒരാളുടെ സപ്പോർട്ട് വേണം. ഈവൻ അവർക്ക് അവരുടെ തലയൊന്ന് പൊക്കാൻ തന്നെ പറ്റില്ല. നമ്മൾ എപ്പോഴും പറയില്ല തലയുറച്ചിട്ടില്ല, അവിടെ സപ്പോർട്ട് കൊടുക്കണം എന്ന് കുട്ടിയെ എടുക്കുമ്പോൾ എപ്പോഴും പറയുമല്ലേ. അപ്പൊ ഈവൻ അവർക്ക് അവരുടെ ഒരു ഹെഡ് ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഈ ഹ്യൂമൻ ബേബീസ് ഇൻകേബിൾ. അതേസമയം അനിമൽ ബേബീസോ ജനിച്ച ഉടനെ പശുക്കുട്ടിയെ നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഓടിച്ചാടുന്നു, വേച്ചൊക്കെ നടക്കും, പിന്നെ അങ്ങ് ഓട്ടമായിരിക്കും അല്ലെ. ആ ജനിച്ച് വിത്തിൻ ടൈമാണ് അത് സംഭവിക്കുന്നത്. ആനക്കുട്ടിയാണെങ്കിലും വലിയൊരു ആനയുടെ കുട്ടിയാണെങ്കിലും അതന്നെ സംഭവിക്കാം. അവരെ പാല് സക്ക് ചെയ്യാനൊന്നും ആരും പഠിപ്പിച്ചു കൊടുക്കണ്ട, ഓടിപ്പോയി സക്ക് ചെയ്തോളൂ. കുഞ്ഞു ബേബീനെ ഹ്യൂമൻ ബേബീനെ നമുക്ക് പിടിച്ചു വച്ച് എത്ര ദിവസം കഴിയുമ്പോൾ അവർ പ്രോപ്പറായിട്ട് സക്ക് ചെയ്യുന്നത് അല്ലെ അമ്മയുടെ പാൽ. പിന്നെ അതുപോലെ തന്നെ ഈ കങ്കുറുവിന്റെ പ്രത്യേകത എന്താ, ഒരു പൗച്ചുണ്ട് അതിന്റെ ആ ഒരു ആ ഭാഗത്തായിട്ട്. കങ്കുറുവിന്റെ കുഞ്ഞ് ബേർത്തായ ഉടനെ തന്നെ കുട്ടിക്ക് എങ്ങനെ അറിയാം ദാറ്റ് പൗച്ച് ഇസ് മെന്റ് ഫോർ മീ, കുട്ടിക്ക് കയറി ഇരിക്കാനുള്ള പൗച്ചാന്ന് അതിനെ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. അത് പെട്ടെന്ന് തന്നെ ചാടി അതിന്റെ ഉള്ളിൽ കയറിയിരിക്കും അല്ലെ. അപ്പൊ ഇത് അനിമൽ ബേബീസിന് ഈ ഒരു ഇൻസ്റ്റിങ്ക്റ്റ്, അവരുടെ ഒരു പേഴ്സണൽ ട്രേറ്റ്സ്, സ്വഭാവ സവിശേഷതകൾ ബേർത്തിൽ തന്നെ ഡെവലപ്പ് ആകുവാണ്. ഹ്യൂമൻ ബേബീസിന്റെ ഉള്ളിലും ഈ സവിശേഷതകൾ ഉണ്ട്, ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്, ഒരു പൊട്ടൻഷ്യൽ ആയിട്ടായിരിക്കുന്നത്. ഈ പൊട്ടൻഷ്യൽ ഉള്ളിലുണ്ട്, കേപ്പബിലിറ്റി ഉള്ളിലുണ്ട്, പക്ഷെ അത് ഡെവലപ്പ് ആകാൻ ഇറ്റ് വിൽ ടേക്ക് ടൈം എടുക്കും. ഒരു 3 years ഒക്കെ കഴിയുമ്പോഴേക്കും ഈ പൊട്ടൻഷ്യൽ നല്ല രീതിയിൽ ഡെവലപ്പ് ആകാനായിട്ട് തുടങ്ങും.
അതാണ് ആ ഒരു വ്യത്യാസം. ഇതൊക്കെ ഇനി മോണ്ടസോറി മെത്തേഡ് വരുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു പ്രീ സ്കൂൾ ഏജ് നമ്മളിപ്പോ പഠിക്കുന്ന കോഴ്സിന്റെ അനുസരിച്ച് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ഈ ഏജിലുള്ള കുട്ടികളെയാണ് അല്ലെ, പ്രീ സ്കൂൾ കുട്ടികളെ അല്ലേ. 3 to 6 years വരുന്ന കുട്ടികളെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആഫ്റ്റർ 3 years അവരുടെ ഓർമ്മ നമ്മളെ അന്നത്തെ നേഴ്സറി ആയിരുന്നിരിക്കാം, ഞാൻ പഠിക്കുമ്പോൾ നേഴ്സറി ബാലവാടി ഒക്കെ ആണല്ലോ. അപ്പൊ ആ സമയത്ത് ടീച്ചറെ ഇപ്പോഴും ഓർമ്മയുണ്ടല്ലേ, കാരണം നമ്മുടെ മെമ്മറി കോൺഷ്യസ് ആകുന്ന, നമ്മുടെ മൈൻഡ് കോൺഷ്യസ് ആകുന്ന ടൈമിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ്. ആ ഒരു ടൈമിലെ ടീച്ചർ ഇപ്പോഴും ഓർമ്മയിലുണ്ടാവും. ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഭയങ്കര സ്നേഹത്തോടു കൂടി നമ്മൾ ആ ടീച്ചറെ പറ്റി നമ്മൾ പറയും അല്ലെ. ഓക്കെ, സോ ഈ ഒരു സ്റ്റേജിൽ സക്സസ്ഫുൾ ആകുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ കുട്ടികൾ അവരുടെ പവർ യൂസ് ചെയ്യാൻ തുടങ്ങുന്നു. പിന്നെ അവര് ചുറ്റുമുള്ള ലോകം അവർ നോക്കിക്കാണുന്നു നല്ല പോലെ. അവർക്ക് അതൊക്കെ മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ഒരു ബട്ടർഫ്ലൈ പറക്കുമ്പോ, പൂ വിരിയുമ്പോ, പൂച്ച കരയുമ്പോ, അല്ലെങ്കിൽ എല്ലാം അവര് നോക്കിക്കാണും. അവരുടെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ഒരു പോയിന്റ് ആണ് ഈ ഒരു പീരീഡ് എന്ന് പറഞ്ഞു. പിന്നെ പല രീതിയിലുള്ള സോഷ്യൽ ഇന്ററാക്ഷൻസ് നടക്കുന്നു. അവരവരുടെ ഏജ് ഗ്രൂപ്പിലിരുന്ന കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. അവര് സ്കൂളിൽ പോകുന്നു അല്ലെ, അവരുടെ ഫങ്ഷൻസിന് പോകുന്നു. പല രീതിയിലുള്ള സോഷ്യൽ ഇന്ററാക്ഷൻസ് നടക്കുന്ന ഒരു ഏജാണ്. ഈ ഒരു ടൈമിൽ സക്സസ്ഫുൾ ആകുന്ന കുട്ടികൾക്ക് എപ്പോഴും അവർക്കൊരു കേപ്പബിലിറ്റിയാണ്. ക്ലാസ് റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ചില കുട്ടികൾ ഭയങ്കരമായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് പല കാര്യങ്ങളും ചെയ്യും. ചില കുട്ടികൾ ഇങ്ങനെ ഒരു സ്ലീപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കും അല്ലെ. ഈ ഒരു സ്റ്റേജിൽ സക്സസ്ഫുൾ ആകുന്ന കുട്ടികൾ പല കാര്യങ്ങളും ലീഡ് ചെയ്യാനും പല കാര്യങ്ങളും അവരുടെ ആ ഒരു പൊട്ടൻഷ്യൽ എടുത്ത് ചെയ്യാനുമായിട്ട് കേപ്പബിൾ ആയിരിക്കും. ഫെയിൽ ചെയ്യുന്ന കുട്ടികളാണ് ജസ്റ്റ് ലൈക്ക് അവർക്കൊരു ഗിൽട്ടി ഫീലിംഗ് ആയിരിക്കും. എപ്പോഴും ഒരു കുറ്റബോധം പോലെ, സെൽഫ് ഡൗട്ട്, ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ലാക്ക് ഓഫ് അവർക്ക് മുന്നോട്ട് വന്ന് കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. ഈവൻ ദോ അവർക്ക് അറിയാം, എല്ലാം ചെയ്യാനായിട്ട് അവർക്കറിയാം, പക്ഷെ ഇവര് മുന്നോട്ട് വന്ന് കാര്യങ്ങൾ ചെയ്യും. അപ്പൊ അവർക്ക് ഒരു പർപ്പസ്, അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു പർപ്പസ് എന്തായിരിക്കും. അല്ലാതെ വരുന്ന കുട്ടികൾക്ക് ഒരു ഗിൽട്ടി ഫീലിംഗ് ആയിരിക്കും. നെക്സ്റ്റ് സ്റ്റേജ് 4, നമ്മളിപ്പോ സ്റ്റേജ് 3 ആണ് പറഞ്ഞത്. നെക്സ്റ്റ് സ്റ്റേജ് 4, സ്റ്റേജ് 4 എന്ന് പറഞ്ഞാൽ സ്കൂൾ ഏജ് 6 തുടങ്ങിയിട്ട് 11 years. 6 തുടങ്ങി 11 years സ്കൂൾ. ഇപ്പം ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, തേർഡ്, ഫോർത്ത്, 6th ആ ഒരു പ്രായത്തിലെത്തുന്ന ഒരു എലിമെന്ററി സ്കൂൾ, ആ ഒരു പ്രായത്തിലെത്തുന്ന ഒരു കാലഘട്ടം സ്കൂൾ ഏജ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇൻഫാൻസി പറഞ്ഞു, ഏർലി ചൈൽഡ്ഹുഡ് പറഞ്ഞു, പ്രീ സ്കൂൾ പറഞ്ഞു, 4th സ്റ്റേജ് ആയ സ്കൂൾ ഏജിൽ നിൽക്കുവാണ്. സ്കൂൾ ഏജ്. ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി, അതാണ് സ്കൂൾ ഏജിൽ വരുന്നത്. ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ടേബിൾ ഒരു ഭാഗത്തും ഇതിന്റെ എക്സ്പ്ലനേഷൻ താഴെയാണ്, അതാണ് ഞാൻ. അപ്പൊ 4th സൈക്കോ സോഷ്യൽ സ്റ്റേജ് ആണ് ഈ സ്റ്റേജ് 4, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്ന് പറയുന്നത്. ഏർലി സ്കൂൾ ഇയേഴ്സ്, അപ്രോക്സിമേറ്റ്ലി ഏജസ് 5 to 11 and 6 to 11. അപ്പം സോഷ്യൽ ഇന്ററാക്ഷൻസ് കൂടുന്നു. കുട്ടികളൊരു സെൻസ് ഓഫ് പ്രൈഡ്, അതായത് അവര് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു റിസൾട്ട് ഉണ്ടാകുന്നു. ക്ലാസ്സിലാണെങ്കിലും അവരുടെ എബിലിറ്റീസിനനുസരിച്ചുള്ള അച്ചീവ്മെന്റ്സ് അവർക്ക് കിട്ടുന്നു. പിന്നെ പുതിയ കാര്യങ്ങൾ അവർ പഠിക്കുവാണല്ലോ, അക്കാദമിക്സിനനുസരിച്ചാലും പുതിയ കാര്യങ്ങളെല്ലാം അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലവർക്ക് സക്സസ് കിട്ടുവാണെങ്കിൽ അപ്പൊ ആ സക്സസ് ആ ഒരു ഫീല് വരുന്നു. പക്ഷെ ഫെയിലിയർ വരുവാണെങ്കിൽ അവരങ്ങ് ഉൾവലിഞ്ഞു പോകും, വിത്ഡ്രോ ചെയ്യും, ഇൻഫീരിയർ ആയി മാറും. ഫെയിലിയർ ആണെങ്കിൽ സക്സസ് ആകുമ്പോഴേക്കും അവര് ഒരു യെസ് സംതിങ് ലൈക്ക് ഐ എം ഗുഡ് എന്നുള്ള ഒരു ഫീല് വരും. ആ ഒരു ഇൻഡസ്ട്രിയസ്, നല്ല എക്സ്ട്രാ ഓർഡിനറി എന്നുള്ള ഒരു ഫീല് വരും. ഈ ഒരു സമയത്ത് പാരന്റ്സും ടീച്ചേഴ്സുമാണ് ഇവരുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന രണ്ട് വ്യക്തികൾ അല്ലെ. അവര് നല്ല പോലെ ഇവരെ മോട്ടിവേറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഒരു കുട്ടിയുടെ ഒരു എബിലിറ്റി കാണുമ്പോൾ അവനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, അവനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണം, എൻകറേജ് ചെയ്യണം. ചിലപ്പോൾ ആ ഒരു പഠിക്കുന്ന സമയത്ത് കുട്ടിയുടെ വേറൊരു സ്കില്ല് വരും, വരയ്ക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും മോഡൽസ് ഉണ്ടാക്കുന്നത്, അങ്ങനെ, അല്ലെങ്കിൽ ക്രാഫ്റ്റ് വർക്കുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രിക്കൽ റിലേറ്റഡ് അങ്ങനെ കാണാം. നിങ്ങളൊരു മൂവി, ഞാൻ പലപ്പോഴും എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് സ്ഫടികം.
ആ ഒരു സ്ഫടികം മൂവിയില് മോഹൻലാലിന്റെ ചെറുപ്പ കാലഘട്ടം കാണിക്കുന്നുണ്ട് കുറച്ചെങ്കിലും. അതിൽ വളരെയധികം പൊട്ടൻഷ്യൽ ഒരു കുട്ടിയായിട്ടാണ് കാണിക്കുന്നത്. വളരെ എക്സ്പെരിമെന്റ്, അദ്ദേഹം സയൻസിൽ നല്ല രീതിയിൽ പല പല രീതിയിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് വെച്ചിട്ട് കുറെ മോഡൽസ് ഉണ്ടാക്കും. പക്ഷെ ആ ക്യാരക്ടറിന്റെ അച്ഛൻ ഒരു മാത്സ് ടീച്ചർ ആയിരുന്നു. ആ മാത്സ് ടീച്ചർ, ആ ഒരു ടീച്ചർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ ആയിരുന്നു അല്ലെ. ആ ഒരു വഴിയിലൂടെ പോയി അതിൽ കൂടെ തന്നെ കുട്ടികളെ ആ വരച്ച വരിയിലൂടെ കൊണ്ടുപോകണം. ആ ഒരു രീതിയിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അധ്യാപകനും ആസ് എ പാരന്റ് എന്ന നിലയിൽ കുട്ടികളുടെ അടുത്തും ഭയങ്കരമായിട്ട് ഡിസിപ്ലിൻ ഫോഴ്സ്ഫുള്ളി എടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഈ കുട്ടിയുടെ ഈ കാലിബർ പൊട്ടൻഷ്യൽ ഒന്നും ഇദ്ദേഹം തിരിച്ചറിയാതെ പോകുന്നു. അങ്ങനെ ആളുടെ ആ ഒരു ക്യാരക്ടറിന്റെ ലൈഫേ സ്പോയിൽ ആകുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് കുട്ടിയുടെ പാരന്റ് അച്ഛൻ ഇത് തിരിച്ചറിഞ്ഞ് വരുമ്പോഴേക്കും ഒത്തിരി വൈകിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെ കാണിക്കുന്നത് കുട്ടിയെ ആ ടൈമിലുള്ള എൻകറേജ്മെന്റ് കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് വളരെയധികം കോൺഫിഡൻസും ഒരു പ്രൗഡ് ഫീലും വരും. അതേസമയം അങ്ങനെയുള്ള എൻകറേജ്മെന്റ് ഒന്നും കിട്ടാതെ പോവുകയാണെങ്കിൽ ഫ്രം പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ്, അത് പാരന്റ്സ് മാത്രമല്ല അല്ലെങ്കിൽ ടീച്ചേഴ്സ് മാത്രമല്ല, പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് സെയിം തിങ്, പിയർ ഗ്രൂപ്പിൽ നിന്നും കിട്ടാതെ വരുമ്പോൾ കുട്ടിക്ക് സ്വയം സെൽഫ് ഡൗട്ട് അബൌട്ട് ദർ എബിലിറ്റീസ്. ഞാൻ സക്സസ് ആവില്ലേ, ഐ എം നോട്ട് ഗുഡ് എന്നുള്ള രീതിയിൽ ഞാൻ പല ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള തോന്നിയൊരു കാര്യം. ഒരു പെൺകുട്ടി ഈ ഒരു ഏജ്, ലൈക് ടീനേജ് ആകുന്ന ഒരു ഏജ്, ആ കുട്ടി കവിതകൾ എഴുതുമായിരുന്നു. ഒരു കുത്തി കുറിക്കുന്ന രീതിയിൽ കവിതകൾ എഴുതുമായിരുന്നു. അവൾ ഈ കവിതകൾ അവളുടെ വീട്ടിൽ കാണിക്കും. ആരും ശ്രദ്ധിക്കില്ല, കളിയാക്കി വിടും. ടീച്ചേഴ്സിനോട് പറയും, അവരും വേണ്ടത്ര ശ്രദ്ധ കാണിച്ചില്ല, കളിയാക്കി വിടുമായിരുന്നു. അവൾ അവളുടെ ഫ്രണ്ട്സിനെ കാണിച്ചപ്പോൾ അവരും അവളെ കളിയാക്കി വിടും. കാരണം അവളുടെ കുറെ തോട്ട്സ് ആണ് അവൾ ഈ കവിതകളായിട്ട് എഴുതിയത്. ആരും അതൊന്നും വായിക്കാൻ സമയം കണ്ടെത്തുവോ, അവളെ ഒന്ന് എൻകറേജ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ഇവളുടെ കവിതകൾ വായിച്ചത് ഒരു ബസ്സിന്റെ കണ്ടക്ടറായിരുന്നു. അപ്പൊ അവള് കേൾക്കാൻ തയ്യാറായത് ആ ഒരു ബസ്സിലെ കണ്ടക്ടറായിരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ കുട്ടി ഹാങ് ചെയ്ത് മരിച്ചു. കാരണം കണ്ടക്ടറുടെ ഉദ്ദേശം വേറെയായിരുന്നു. കുട്ടി ഹാങ് ചെയ്തു. അപ്പൊ ശരിക്കും ആ കുട്ടിയെ കറക്റ്റ് സമയത്ത് എൻകറേജ് ചെയ്യുകയും അവളുടെ ആ ഒരു ആക്ടിവിറ്റി അതൊന്ന് കേൾക്കാനും ഒന്നിനും തയ്യാറായി അവളുമായിട്ട് കണക്ട് ചെയ്ത് നിന്ന പാരന്റ്സോ ടീച്ചേഴ്സോ അവളുടെ ഫ്രണ്ട്സോ ശ്രദ്ധിച്ചതേയില്ല. അവൾ അത് കേൾക്കുന്ന ഒരാളെ തേടിപ്പോയി. അതൊരു റോങ് വേ ആയി പോവുകയും ചെയ്തു. അപ്പൊ അങ്ങനെ സംഭവിക്കാം ഈ ഒരു ഏജില്. അത്രയും സെൻസിറ്റീവ് ആണ് കുട്ടികൾ. അവർക്ക് അവരുടെ കാര്യങ്ങൾ കേൾക്കുന്നതും അങ്ങനെയുള്ള രീതിയിൽ ആരെങ്കിലും ഒന്ന് വേണം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജ് 5, ഐഡന്റിറ്റി വേഴ്സസ് കൺഫ്യൂഷൻ. സ്റ്റേജ് 5, ഓക്കെ, അഡോളസൻസ്. കത്തി നിൽക്കുന്ന പ്രായം അല്ലെ, 12 വയസ്സ് തുടങ്ങി 18 വയസ്സ് വരെയും ടീനേജിന്റെ പടിവാതിലുക്കൽ അത് കഴിയുന്ന 18 വയസ്സ് വരെ, 12 to 18 years. ഒരു കുട്ടിക്ക് ഒരു ഇൻഡിവിജ്വാലിറ്റി ഫോം ചെയ്യുന്ന ഒരു പ്രായം, ഐഡന്റിറ്റി, ഞാൻ ഇന്ന ആളാണെന്ന് ആയി വരുന്ന ഒരു പ്രായം. അതിന്റെ ഓപ്പോസിറ്റ് വരുമ്പോൾ റോൾ കൺഫ്യൂഷൻ, ഞാൻ ആരാ, ഞാൻ ഇവിടെ എന്തിനാ, ആ ഒരു കൺഫ്യൂഷൻ വരും ശരിയായ സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ. കൂടുതൽ സോഷ്യലൈസ് ചെയ്യുന്ന ഒരു പ്രായം, സോഷ്യൽ റിലേഷൻഷിപ്സ്, ഓപ്പോസിറ്റ് സെക്സിനോടൊരു അട്രാക്ഷൻ ഒക്കെ തോന്നുന്ന ഒരു പ്രായം അല്ലെ. ഒരു 5th സൈക്കോസോഷ്യൽ സ്റ്റേജ് ആണ്. അത് വളരെ ടർബുലന്റ് ആയിട്ടുള്ള ടീനേജ് ഇയേഴ്സിലാണ്. അതായത് നല്ലപോലെ എന്താ പീക്കിൽ നിൽക്കുന്ന ഒരു എന്താ പറയാ, 17 വരുന്ന ആ ഒരു കാലഘട്ടം, ടീനേജ്. അപ്പോ ഈ ടീനേജിൽ എത്തുമ്പോഴേക്കും നമ്മളുടെ ഒരു പേഴ്സണൽ ഐഡന്റിറ്റി, നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടായിരിക്കണം. ചില ആള് നല്ലപോലെ വരയ്ക്കുന്ന ഒരു കുട്ടിയാണ്, നിറയെ മുടിയുള്ള കുട്ടി, നല്ല കണ്ണുള്ള കുട്ടി, അങ്ങനെ പല രീതിയിലുള്ള ഒരു ഐഡന്റിറ്റി കിട്ടുന്ന ഒരു പ്രായമാണ്. പിന്നെ അക്കാദമിക്സ് ബ്രില്യൻ, നല്ലൊരു ഡാൻസർ അല്ലെങ്കിൽ നല്ല പാട്ട് പാടുന്ന, എന്തെങ്കിലും ഒരു ക്വാളിറ്റി റിലേറ്റഡ് ഈ ഇതിന്റെ പേഴ്സണാലിറ്റിയെ ആളുകൾ പറയും. ആ ഒരു ഐഡന്റിറ്റി ഫോം ചെയ്യുന്ന ഒരു പ്രായം. സക്സസ് ആണെങ്കിൽ ഓൾവേസ് ട്രൂ ടു യുവർ സെൽഫ്, നമ്മളോട് തന്നെ ഒരു സത്യസന്ധത പുലർത്തും. ഫെയിലിയർ ആണെങ്കിൽ നമുക്കൊരു റോൾ കൺഫ്യൂഷൻ ആയിരിക്കും. നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു വീക്ക് സെൻസ് ഓഫ് ഫീലിംഗ് ആയിരിക്കും.
വിട്ടു പോകും. ഞാൻ ഒന്നുമില്ല, ആ ഒരു ഫീല് വരും. കുറച്ചുകൂടി ഇൻഡിപെൻഡന്റ് ആകുന്ന, പ്രീവിയസ് സ്റ്റേജിലൊക്കെ ഇൻഡിപെൻഡന്റ് ആവുന്നുണ്ട്, ബട്ട് കുട്ടികൾ കൂടുതലായിട്ട് ഇൻഡിപെൻഡന്റ് ആവുന്നു. ഒരു സെൻസ് ഓഫ് സെൽഫ്, അവർക്ക് അവരുടേതായ തീരുമാനങ്ങൾ, വ്യക്തമായ തീരുമാനങ്ങൾ, അവരുടേതായ കാഴ്ചപ്പാടുകൾ, ജഡ്ജ് ചെയ്യും ആ ഒരു കാര്യങ്ങളെ. എന്താ പറയാ, ഗുഡ് ഈവിൾ നല്ലപോലെ മനസ്സിലാക്കേണ്ട ഒരു പ്രായം എന്ന് തന്നെ പറയാം. പിന്നെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ വിരൽ ചൂണ്ടും, ചിലപ്പോൾ അതിനെതിരെ ശബ്ദം ഉയർത്തും. അങ്ങനെ ജസ്റ്റിസിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കും കുട്ടികൾ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ. സ്ട്രോങ് സെൻസ് ഓഫ് സെൽഫ് വരും. ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്, പിന്നെ കൺട്രോൾ, അവർക്ക് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും എല്ലാം ഒന്നും ബാലൻസ് ചെയ്യാനും, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ അത് ചെയ്താൽ ശരിയാകുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു 18 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ പൊതുവെ പറയുന്ന ഒരു വകതിരിവിന്റെ ഒരു പ്രായമായി, വകതിരിവായി എന്നൊക്കെ നമ്മൾ പറയില്ലേ, മെച്യൂറായി, പക്വത വന്നു. പക്ഷെ സ്വന്തം ഇതിനെ കുറിച്ച് ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത, ഷുവർ അല്ലാത്ത ആളുകൾ എന്ന് പറയുമ്പോൾ അവർക്ക് എപ്പോഴും ഒരു ഇൻസെക്യൂർ ഫീലിംഗ് ആയിരിക്കും. അവർക്ക് അവരെ കുറിച്ച് തന്നെ കൺഫ്യൂഷൻ ആയിരിക്കും. ഫ്യൂച്ചറിനെ കുറിച്ചും അവർക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല. എനിക്കൊന്നും ആവാൻ പറ്റില്ല, ഞാനൊക്കെ വെറുതെയാണ്, ഞാൻ എന്നെ കൊണ്ടൊന്നും ഒന്നിനും കൊള്ളില്ല, ലൈക്ക് ദാറ്റ് ടൈപ്പ് ഓഫ് ഒരു ടോക്ക് പറ്റില്ലേ. അതെ. Okay, next stage, intimacy versus isolation. Like opposite സെക്സിനോടുള്ള ഒരു അട്രാക്ഷൻ, അതാണ് ഇന്റിമസി വരുന്നത്. നമുക്കൊരു ലൈഫ് പാർട്ട്ണറെ വേണം, ലൈക്ക് അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഒരു വരും. ആ ഒരു യങ് അഡൾട്ട്ഹുഡ്, ദാറ്റ് ഇസ് 19 ഇയേഴ്സ് തുടങ്ങി 40 ഇയേഴ്സ് വരെ റിലേഷൻഷിപ്പിലാകും. സീരിയസ് ആകുവാണെങ്കിൽ ദാറ്റ് ലീഡ് ടു മാരേജ്, കല്യാണത്തിലേക്ക് അത് പോകും. അങ്ങനെ ലൈഫ് നല്ല രീതിയിൽ സെറ്റിൽ ആകാൻ പറ്റുന്ന ഒരു പ്രായമാണ് അവിടെ വരുന്നത്. റിലേഷൻഷിപ്പ്, ലവ്, അതിന്റെ ഔട്ട്കം ആയിട്ട് വരുന്നത്. പിന്നെ ജോബ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഏജിലാണല്ലോ കരിയറൊക്കെ സെറ്റ് ആവുന്നത്. ചിലര് സീരിയസ് ആയിട്ട് ത്രൂ റിലേഷൻഷിപ്പിലേക്കൊക്കെ ആവുമ്പോൾ അവര് പിന്നെ വേഗം തന്നെ അവരുടെ ലൈഫ് സെറ്റിൽ ആക്കാൻ വേണ്ടി നല്ലൊരു ജോലി കണ്ടെത്തും, അല്ലെങ്കിൽ നല്ലൊരു വരുമാന മാർഗം നല്ല രീതിയിൽ കണ്ടെത്താനായിട്ട് അങ്ങനെ ലൈഫ് സെറ്റ് ആയി പോകുന്നതുണ്ട്. ചിലര് ജോബ് ആയതിനു ശേഷം ഇനി ഒരു പാർട്ട്ണറെ വേണം, ആ ഒരു രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടെത്താൻ അങ്ങനെയും പോവാം. നല്ല സക്സസ്ഫുൾ ആയിട്ട് റിലേഷൻഷിപ്പ്, സ്ട്രോങ് റിലേഷൻഷിപ്പ് പോവുകയാണെങ്കിൽ അവരുടെ ലൈഫ് സെറ്റ് ആവും. അതേസമയം ഫെയിലിയർ ആണ്, ബ്രേക്കപ്സ് ഒക്കെ സംഭവിച്ചു, ശരിയായ രീതിയിലുള്ള ഒന്നും ജോബുമായില്ല, നല്ല ലൈഫ് പാർട്ട്ണർ അങ്ങനെ ആ രീതിയിലുമായില്ല, അങ്ങനെ വരുമ്പോൾ അവർക്ക് ലോൺലിനെസ്, ഐസൊലേഷൻ ഒക്കെ ആയിരിക്കും ആ ഒരു ഫെയിലിയർ. ഇപ്പൊ പേഴ്സണൽ റിലേഷൻഷിപ്പ്, അപ്പൊ ഒരു ഈ മാരേജ് എന്നൊക്കെ പറയുമ്പോൾ റിലേഷൻഷിപ്പിന്റെ ആ ഒരു എക്സ്പ്ലറേഷൻ അത് വൈഡൻ ആവുകയാണല്ലേ. ഒരു ഫാമിലിയുമായിട്ടുള്ള ഒരു ബന്ധമായി, ഇവിടെ പിന്നെ അവിടുത്തെ അച്ഛനും അമ്മയും അവിടെ ബ്രദേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ 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 ആ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ വൈഡൻ ആവും. സ്റ്റേജ് 7 ജനറേറ്റിവിറ്റി വേഴ്സ് സ്റ്റാഗ്നേഷൻ. സ്റ്റേജ് 7 എന്ന് പറയുമ്പോഴേക്കും ആ ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ട് വരുന്നതാണ് സ്റ്റേജ് 7. 40 വയസ്സ് തുടങ്ങി 65 വയസ്സ് വരെ ഏകദേശം വർക്കെല്ലാം കഴിഞ്ഞ് റിട്ടയർമെന്റും പാരന്റ്ഹുഡായി, കൊച്ചുമക്കളായി, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളത്. അപ്പം നല്ല ആ ഒരു കെയർ, അതൊക്കെയാണ് ഔട്ട്കം ആയിട്ട് വരുന്നത്. മറ്റേ സ്റ്റേജും കൂടെ അതിന്റെ ഒപ്പം ഒന്ന് പറയാം. പിന്നെ ഡെത്ത് വരെയുള്ളത്, 65 തുടങ്ങി ഡെത്ത് വരെ ത്രൂ ഔട്ട് കഴിഞ്ഞു പോയ കാലങ്ങളെല്ലാം സക്സസ് ആയി വരുവാണെങ്കിൽ ആ റിട്ടയർമെന്റ് ലൈഫ് അത് വളരെ ഹാപ്പി ആയിട്ട് അവര് കണ്ടിന്യൂ ചെയ്യും. അതേസമയം പ്രീവിയസ് എക്സ്പീരിയൻസ് ഒന്നും ശരിയല്ല, ഒരു സക്സസ്സും നടന്നില്ല, ഫെയിലിയർ ഒക്കെ ആണെങ്കിൽ അവർക്ക് എപ്പോഴും അവർക്കൊരു ഡെസ്പെയർ ആയിരിക്കും, നിരാശയായിരിക്കും. മരിക്കുന്നവരെയും ലൈഫിൽ ഒരു ഡിപ്രഷൻ കലർന്നൊരു ലൈഫിലേക്ക് അവർ പോകും. ഇത്രയൊക്കെയാണ് റിക്സന്റെ. നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ലിങ്ക് ഇപ്പൊ 3 ലിങ്ക് വന്നിട്ടുണ്ട്. ബാക്കി തന്നെ ഒന്ന് ചിലപ്പോൾ കണ്ടുപിടിക്കേണ്ടി വരും, കാരണം എന്റെ ഒരു ലിങ്ക് എക്സ്പയർ ആയി, അതെനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഇതിന്റെ ലാസ്റ്റ് സ്റ്റേജിന്റെ ആ ഒരു ഇതും ക്രിറ്റിസിസവും ഈ ഒരു അദ്ദേഹത്തിന്റെ ഒബ്സർവേഷനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ ആകാം. ഓക്കെ, യെസ് പ്ലീസ്. സൈൻ ഔട്ട് ഇല്ല? ഓക്കെ ദെൻ ബൈ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാഡം.
സൈനോട് ആരോ പറയണമെന്ന് പറഞ്ഞിരുന്നു. ആണോ? മേഡം ഞാൻ ഓരോ സൈനോട് ഞാനാണ് പറയേണ്ടത്. പക്ഷെ എനിക്കിപ്പോ പറയാൻ പറ്റില്ല, കുട്ടി ഇവിടെ കരച്ചിൽ, അതുകൊണ്ട് ഞാൻ ഒന്നും പറയാണ്ട്. താങ്ക് യു മേഡം, നന്നായിട്ട് ക്ലാസ് എടുത്തു. ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട് ഓരോ സ്റ്റേജിനെ പറ്റിയിട്ടും മാഡം വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അത് നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. എന്തായാലും താങ്ക് യു മാഡം. താങ്ക് യു.